ഹായ് ഹായ്. നമ്മള് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശനിയാഴ്ചകളിൽ ബുക്കിലൂടെ ഒരു യാത്രയാണ്. എന്താണ് ഓരോ ലൈനുകളിലും ബുക്ക് പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിച്ചത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളാണ്. അതിനകത്ത് കുറച്ച് പേജും കൂടി തീരാനുണ്ട്. അതിനകത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗം എന്ന് പറഞ്ഞാൽ എ മാൻ ഓഫ് 30, അതായത് 30 വയസ്സുള്ള ഒരാൾ കുടി നിർത്തി. 25 വർഷത്തോളം കുടി നിർത്തിയ അയാൾ 55 വയസ്സായപ്പോൾ വീണ്ടും കുടിച്ചു. ഇതെന്താണ് കാരണമെന്ന് ബിഗ് ബുക്ക് നമുക്ക് പറയാണ്. അതായത് ഒരു മനുഷ്യന് കുടി നിർത്തിയാലും അവന് ഒബ്സഷൻ ഉണ്ട്, കൂടെയുണ്ട്. അവന് ഇല്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അവന് ഇൻസാനിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഡെലൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് മനസ്സിൽ നിന്ന് ഒരു വിട്ടുപോകാത്ത രീതിയിൽ എപ്പോഴും മദ്യത്തെക്കുറിച്ചുള്ള വിചാരം ഉണ്ടാവും. അല്ലെങ്കിൽ മദ്യത്തെക്കുറിച്ചുള്ള ഒരു അമിതമായ ഇഷ്ടം എപ്പോഴും ഉണ്ടാവും. ഇത് സ്വാഭാവികമാണ്. എന്ത് ചെയ്തില്ലെങ്കിൽ, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ആത്മീയ മാർഗം നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ. ഡെലൂഷൻ എന്ന് പറയുന്നത് ഒരു ഭ്രമമാണ്, അല്ലെങ്കിൽ ഒരു അബദ്ധ വിശ്വാസമാണ്. ഞാൻ കുടിച്ചാൽ കുഴപ്പമില്ല, ഇനി എനിക്ക് കുടിക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒബ്സഷൻ ആയാലും ഇലൂഷൻ ആയാലും ഇൻസാനിറ്റി ആയാലും ഡെലൂഷൻ ആയാലും ബിലീവ് ഇൻ ലൈ, ഒരു നുണയെ നമ്മൾ വിശ്വസിക്കുകയാണ്. ഒരു ശരിയാത്ത സത്യമല്ലാത്ത ഒരു കാര്യത്തെ വിശ്വസിക്കുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അപ്പൊ മാൻ ഓഫ് 30 എന്ന് പറഞ്ഞത് നമുക്കറിയാം. ആം, നമ്മുടെ റിച്ചാർഡ് പിബോഡി എന്ന് പറയുന്ന ആൽക്കോളിസ് അനോണിമസിന്റെ കാലത്ത് തന്നെ, അതായത് ബിൽ വിൽസണും സിൽക്കോ ബിൽ വിൽസണും ലൂയിസും ഒക്കെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ റിക്കവറി ആയ ഒരാളാണ് റിച്ചാർഡ് പിബോഡി. അദ്ദേഹം ന്യൂയോർക്കിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് അവിടെ തന്നെയാണ്. അപ്പൊ അത് 24 ഗ്രേസി പാർക്ക് എന്ന് പറയുന്നതാണ് ആ അതായത് ബിൽ വിൽസന്റെ വീടിന് അടുത്ത് തന്നെയാണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ബിൽ വിൽസൺ റിച്ചാർഡ് പിബോഡിയുടെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അത് റിച്ചാർഡ് പിബോഡി ഒരു മതപരമായ ആശയങ്ങളിലൂന്നിയാണ് ഈ ആൽക്കഹോളിക്കുകൾക്ക് തെറാപ്പി കൊടുത്തിരുന്നത്. ഒരു വിദഗ്ധനായിരുന്നില്ല. അതായത് ഒരു സർട്ടിഫിക്കറ്റ് ഹോൾഡറോ ഒന്നും ആയിരുന്നില്ലെങ്കിൽ തന്നെയും തനിക്ക് ലഭിച്ച റിക്കവറി മറ്റൊരാൾക്ക് കൊടുക്കണമെന്നുള്ള ഒരു ആശയക്കാരനായിരുന്നു. 1936 അദ്ദേഹം മരണപ്പെടുന്നത്. അതിനു മുമ്പ് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ കോമൺ സെൻസ് ഓഫ് ഡ്രിങ്കിങ്. കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധി, അതായത് കുടിയെക്കുറിച്ചുള്ള ഒരു സാമാന്യ ബുദ്ധി. അതാണ് ആ പുസ്തകത്തിന്റെ പേര്. 1930-ലും 1931-ലും ഒക്കെ ഈ മെഡിക്കൽ ജേർണലിലൊക്കെ ഇദ്ദേഹത്തിന്റെ ആർട്ടിക്കിളുകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആഹ് പല അന്നത്തെ കാലത്തുള്ള ഡോക്ടേഴ്സിനും പൊതുസമൂഹത്തിലും ഒക്കെ പല രീതിയിലും ക്ലാസ്സുകൾ അദ്ദേഹം എടുത്തിരുന്നതായിട്ടൊക്കെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പം മനഃശാസ്ത്രജ്ഞന്മാർക്കിടയിലും ഡോക്ടർമാർക്കിടയിലും പൊതുസമൂഹത്തിൽ ഒരു വേണ്ടപ്പെട്ട ഒരാളായിരുന്നു റിച്ചാർഡ് പിബോഡി. ഇപ്പൊ വീണ്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ റിക്കവേർഡ് ആയ അദ്ദേഹം മറ്റ് ആളുകളെ സഹായിക്കുന്നത്, ആ ജോലി വളരെ നല്ലതാണ് എന്ന് ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ തന്റെ ചികിത്സയിൽ വന്നിരുന്ന ആളുകളെ മറ്റൊരാൾക്കാരെ സഹായിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയോ തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രാൻസിസ് ടി, അല്ലെങ്കിൽ ചേംബർ ജൂനിയർ, അങ്ങനെ ഒരുപാട് പേര്, ഡോക്ടർ സ്റ്റിർക്കർ ഒക്കെ പുള്ളിയുടെ കീഴിലും ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ച ഒരാളാണ്. അപ്പോൾ വിബോഡിക്ക് അതുകൂടാതെ ഒരുപാട് നമുക്ക് വൃത്തങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഫ്രേസസ്, അതായത് ചില വാക്കുകൾ, അതായത് ഹാഫ് വേ മെഷേഴ്സ് ആർ ഓഫ് അവെയിൽ, അതായത് അർദ്ധ മനസ്സോടെയുള്ള ചെയ്തികളൊന്നും നേടിത്തന്നില്ല. അത് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മളെടുത്തുന്നുള്ളതാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പിന്നെ കംപ്ലീറ്റ് സറണ്ടർ. ഇപ്പൊ നമ്മൾ സുബോധത്താനായിട്ട് എപ്പോഴും നമ്മൾ പറയുന്നതാണ്, ഒരാള് സമ്പൂർണ്ണമായിട്ട് കീഴടങ്ങിയാൽ മാത്രമേ ശാന്തമാകാൻ, അതായത് സുബോധാവസ്ഥ കൈവരുത്താനും വിനാശകരമായ ഫലങ്ങൾ വരുത്താതെ തന്നെ നമുക്ക് ഈ വാഗണിൽ നിന്നിറങ്ങാൻ, അതായത് ഇപ്പൊ ഗോയിങ് ഓൺ ദ വാഗൺ എന്ന് വെച്ചാൽ നമ്മൾ കുടിയുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, നമുക്ക് നിർത്താൻ കഴിയുന്നില്ല. അപ്പൊ അവിടെയൊക്കെ ഉള്ള പോയിന്റ് ഒക്കെ ഗോയിങ് ഓൺ വാഗൺ എന്നൊക്കെ ഉള്ള പോയിന്റ് ഒക്കെ അവിടെ നിന്ന് എടുത്തതായിട്ടാണ് പറയാം. പിന്നെ ഡ്രിങ്ക് ലൈക്ക് എ ജെന്റിൽമാൻ, ബുക്കിൽ ഒരു വാക്കാണ് ഡ്രിങ്ക് ലൈക്ക് എ ജെന്റിൽമാൻ. നിങ്ങൾക്ക് ഒരു നല്ല വ്യക്തിയായിട്ട് കുടിക്കാൻ സാധിക്കുമെങ്കിൽ ഹാർട്സ് ഓഫ് യു എന്നൊക്കെ പറയുന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചാണ്. അപ്പോ ബോഡിയുടെ അഭിപ്രായത്തില് ഒരാൾ ചികിത്സയ്ക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾ സത്യസന്ധനായിരിക്കണം. അയാൾക്കുടെ ചിന്തകളിലും പ്രവൃത്തികളിലും അയാള് സത്യസന്ധത പാലിക്കണം. അതായത് സ്വയം നുണ പറയുന്നതിൽ നിന്ന് മാറണം എന്നാണ് പിബോഡിയുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോ പലർക്കും മോഡറേറ്റഡ് ഡ്രിങ്കറെ പോലെയൊക്കെ കുടിക്കാൻ ശ്രമിക്കാൻ പറ്റും. പക്ഷെ ഒരു ആൽക്കഹോളിക് ആണ്, അത് അയാളൊരു റിയൽ ആൽക്കഹോളിക് ആണ് എങ്കിൽ
അയാൾക്ക് അനിവാര്യമായിട്ടുള്ള ഒരു ദിവസം വന്നു കഴിയുമ്പോഴത്തേക്കും അയാൾ വീണ്ടും അമിത മദ്യപാന രോഗിയായി മാറും എന്നുള്ള ചിന്തയാണ്. അപ്പൊ ആൽക്കഹോളിക് ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അയാൾക്ക് കുറച്ചു കാലത്തേക്കൊക്കെ മോഡറേറ്റ് ഡ്രിങ്കർ ആയിട്ട് കുടിക്കാൻ പറ്റുമായിരിക്കും. അപ്പോ നാം പറഞ്ഞു വന്നത് വെച്ചാൽ പേജ് നമ്പർ 32, 33 വരെയുള്ള മാൻ ഓഫ് 30 അല്ലെങ്കിൽ 30 വയസ്സുള്ള ആളെ കുറിച്ച് പറയുന്ന ബോഡി പറയുന്നത് നമ്മളെ മനസ്സിലാക്കി തരാനാണ്. അതായത് എത്ര വർഷക്കാലം കുടിക്കാതിരുന്നാലും 25 വർഷക്കാലം കുടിക്കാതിരുന്നിട്ടാണ് കുടിച്ചത്. അപ്പൊ എത്ര വർഷക്കാലം കുടിക്കാതിരുന്നാലും ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്ന ആദ്യത്തെ കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ സ്പിരിച്വലി നമ്മൾ പ്രിപ്പയർഡ് അല്ലെങ്കിൽ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. അതിനുശേഷം അടുത്ത ഒരു ഉദാഹരണത്തില് ജിം ദ കാർ സെയിൽസ്മാൻ, അതായത് ജിമ്മിനെ കുറിച്ചാണ്. ജൂൺ 6, 1938 റാൽഫ് ഫർലോങ് എന്ന് പറയുന്ന ബിൽ വിൽസൺ തന്നെ കണ്ടുമുട്ടിയ ഒരു സോബർ ആൽക്കഹോളിക് ആണ്. അദ്ദേഹത്തിന്റെ സോബറേറ്റി പീരീഡ് ആണ് ഞാൻ പറഞ്ഞത്. ജൂൺ 6, 1938. അത് കൂടാതെ അദ്ദേഹത്തിന്റെ കഥ നമ്മുടെ ബുക്കിലുണ്ട്. അനദർ പ്രൊഡിഗൽ സൺ എന്നാണ് അത് ആ കഥയുടെ പേര്. ഇത് വ്യക്തമായി ഒരു ഡിസ്ക്രിപ്ഷനാണ്. അതൊരു ആൽക്കഹോളിക്കിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരണമാണ് ജിമ്മിന്റെ കഥയിലൂടെ നമ്മളോട് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ബുക്കിന്റെ ഒരു കുറച്ച് 2-3 പേജുകൾ മുമ്പ്. മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് അവർ ഇതിങ്ങനെ ചെയ്യുന്നത്, വൈ ഡസ് ഹി, അതായത് ഒരു കൂസലുമില്ലാതെ എന്തുകൊണ്ടാണ് അവൻ ബാറിലേക്ക് ഓടിക്കയറുന്നതെന്നൊക്കെ പറയുന്നതിനുള്ളൊരു ഉദാഹരണമാണ് ഈ ജിമ്മിന്റെ ഉദാഹരണം. അപ്പം ഈ ജിമ്മ് മെമ്പേഴ്സിനോട് ഒരു കഥ പറയുന്നതായിട്ടാണ് പറഞ്ഞത്. അതിനകത്ത് 34-ാമത്തെ പേജിന്റെ അവസാനത്തെ പാരഗ്രാഫില് ഞങ്ങൾ എങ്ങനെ ഉത്തരം കണ്ടെത്തി എന്ന് അയാളോട് വിവരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 ചെയ്തു. അയാൾ ഞങ്ങളുടെ പരിപാടിയിൽ തുടക്കം കുറിച്ചു എന്ന് പറഞ്ഞാല് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ആ 3 സ്റ്റെപ്പ് വരെ കഴിഞ്ഞതിന് ശേഷം പറയുന്നത് അയാളുടെ കുടുംബം ഒന്നിച്ചുകൂടി തിരിച്ചു വന്നു, കുടുംബം തിരിച്ചു വന്നു. അയാളുടെ സെയിൽസ് ഒക്കെ വർദ്ധിച്ചു, ജോലി തുടങ്ങാൻ തുടങ്ങി. കുറച്ചു കാലത്തേക്ക് സംഗതികളൊക്കെ ഓക്കെ ആയി. നമ്മുടെ സോബറായി കഴിയുമ്പോൾ കുറച്ചു കാലത്തേക്ക് ഇതൊക്കെ ഓക്കെ ആവും. പക്ഷെ ആത്മീയ ചിന്താഗതികൾ വിശാലമാക്കാൻ ഒരുമ്പെട്ടില്ല. നമ്മൾ പലപ്പോഴും ബില്ലിന്റെ കഥയിലും ഡോക്ടർ സിൽക്വർത്തും അതുകൂടാതെ ഒരു പരിഹാരമുണ്ട് എന്ന് പറയുന്ന പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. നമ്മുടെ ആത്മീയമായിട്ടുള്ള ജീവിതം വികസിപ്പിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കൂടി നിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങുക. അപ്പൊ 35-ാമത്തെ പേജിന്റെ ആദ്യത്തെ പാരഗ്രാഫ് മുതൽ നമുക്ക് ഇന്ന് തുടങ്ങാം. റോമിൽ വായിക്കോ ആരെങ്കിലും? എന്നിട്ടും അയാൾ വീണ്ടും കുടിച്ചുന്മത്തനായി. അതെങ്ങനെ സംഭവിച്ചുവെന്ന് കൃത്യമായി വിവരിക്കാൻ അയാളോട് ഞങ്ങൾ പറഞ്ഞു. അയാൾ പറഞ്ഞ കഥ ഇതാണ്. ചൊവ്വാഴ്ച രാവിലെ ഞാൻ ജോലിക്ക് വന്നു. എൻ്റെ സ്വന്തമായിരുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ഒരു വിൽപ്പനക്കാരനായതെന്ന് എനിക്ക് പ്രയാസമുളവാക്കി. മുതലാളിയോട് ഗൗരവത്തോടെ അല്ലെങ്കിലും കുറച്ച് സംസാരിക്കേണ്ടി വന്നു. കാറിൻ്റെ വിൽപ്പനക്കായി ഒരാളെ കാണുന്നതിനായി ഗ്രാമത്തിലേക്ക് വണ്ടിയും കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു. വഴിയിൽ വിശപ്പ് അനുഭവപ്പെട്ടത് കാരണം അരികിലിട്ട ശേഷം മദ്യഷാപ്പോട് കൂടിയ ഒരു ഹോട്ടലിൽ കയറി. എനിക്ക് കുടിക്കണമെന്ന ഉദ്ദേശമേ ഇല്ലായിരുന്നു. റൊട്ടി കഴിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. നേരത്തെ ഇവിടെ വന്ന പല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചിലപ്പോൾ കാർ വിൽപ്പനയ്ക്ക് പറ്റിയ ആളിനെ ഇവിടെ കണ്ടുകിട്ടിയേക്കുമെന്ന ഒരു തോന്നലുണ്ടായിരുന്നു. കുടിക്കാതിരിക്കുന്ന ചില സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇവിടെ വരാറുണ്ടായിരുന്നു. ഒരു മേശക്കരികിലിരുന്ന ശേഷം ഒരു പ്ലേറ്റ് റൊട്ടിക്കും ഒരു ഗ്ലാസ് പാലിനും ഞാൻ ഓർഡർ കൊടുത്തു. അപ്പോഴും കുടിക്കുന്ന വിചാരമേ ഇല്ലായിരുന്നു. വീണ്ടും ഒരു പ്ലേറ്റ് റൊട്ടിക്കും ഒരു ഗ്ലാസ് പാലിനും കൂടി ഞാൻ ഓർഡർ കൊടുത്തു. പാലിനകത്ത് 1 ഔൺസ് വിസ്കി ഒഴിച്ചാൽ വയറ് നിറഞ്ഞിരിക്കുന്ന എനിക്ക് ഒരു കുഴപ്പമുണ്ടാകില്ല എന്ന ചിന്ത എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പാഞ്ഞു കയറി. ഞാൻ വിസ്കിക്ക് ഓർഡർ കൊടുത്തത് അത് പാലിൽ ഒഴിച്ചു. എൻ്റെ പ്രവൃത്തി ബുദ്ധിപരമല്ലെന്ന് തോന്നിയെങ്കിലും നിറഞ്ഞ വയറ്റിലാണ് വിസ്കി കുടിക്കുന്നതെന്ന ചിന്ത എനിക്ക് ആശ്വാസം തന്നു. ഈ പരീക്ഷണം വിജയിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും വിസ്കിക്കും പാലിനും ഓർഡർ കൊടുത്തു. ശല്യമൊന്നും ഉണ്ടാകാത്തത് കാരണം വീണ്ടും മദ്യം കഴിച്ചു. ഓക്കെ. ജിമ്മ് ആൽക്കോളിക്സ് അനോണിമസിലെ, ഇപ്പൊ ആൽക്കോളിക്സ് അനോണിമസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്, അതായത് ഇവരെ കാണാൻ ചെന്ന ആളുകളോട് അയാൾ ഞങ്ങളോട് പറഞ്ഞു. അയാൾ പറഞ്ഞ കഥ ഇതാണ്. ചൊവ്വാഴ്ച. അപ്പൊ എന്താണ് ചൊവ്വാഴ്ച എന്നാണ്? ചൊവ്വാഴ്ച രാവിലെ ഞാൻ ജോലിക്ക് വന്നതാണ്. അപ്പൊ തിങ്കളാഴ്ച എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ ജിമ്മിന്റെ ആയിരുന്നു ഈ സ്ഥാപനം. അതല്ലെങ്കിൽ
റാൽഫ് ഫർലോങ്ങിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സ്ഥാപനം കുടി മൂലം നഷ്ടപ്പെടുകയും ആ, പിന്നീട് അദ്ദേഹം ഒരു സെയിൽസ്മാനായിട്ട് ആ കടയിൽ വീണ്ടും പ്രവേശിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ആ മോട്ടോർ ഏജൻസി സ്ഥാപനത്തിൽ വീണ്ടും പ്രവേശിക്കേണ്ടി വന്നു. എന്റെ സ്വന്തമായിരുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു വിൽപ്പനക്കാരനായിട്ട്, ഒരു സെയിൽസ്മാനായിട്ട് അദ്ദേഹത്തിന് പ്രവേശിച്ചത് അദ്ദേഹത്തിന് പ്രയാസം ഉളവാക്കി. മുതലാളിയോട് ഗൗരവത്തോടെ അല്ലെങ്കിൽ കുറച്ച് സംസാരിക്കേണ്ടി വന്നു. ഒരു പക്ഷേ ഇയാൾ മൺഡേ ജോലിക്ക് പോയി കാണില്ല എന്നൊക്കെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ട്യൂസ്ഡേ എന്ന് പറയുന്ന ചൊവ്വാഴ്ചയിലാണ് അദ്ദേഹം കഥ തുടങ്ങുന്നതിനർത്ഥം മൺഡേ അദ്ദേഹം ജോലിക്ക് പോയിട്ടുണ്ടാകില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിന് ആ ജോലി ചെയ്യാനുള്ള പ്രയാസം ഉണ്ടായതുകൊണ്ടായിരിക്കാം. അപ്പം ഈ ചൊവ്വാഴ്ച രാവിലെ ജോലി തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇറിറ്റേഷൻ ഉണ്ടായി കാണാം, ഒരു കോപം ഉണ്ടായി കാണാം, ഒരു ശുണ്ഠി പിടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞു. കാരണം അദ്ദേഹം സ്വയം ഒരു ശോഭാവസ്ഥയിൽ എത്തിക്കാണും. കാരണം തന്റെ സ്വന്തമാണ് ആ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ സെയിൽസ്മാനായി പോവുക, ഞാൻ എന്റെ ജോലിക്കാരുടെ ഇടയിൽ ഞാൻ ഒരു സെയിൽസ്മാനായി മാറുക എന്നുള്ളത് ഒരു ആൽക്കഹോളിക് കൂടിയായ ഈ ഇപ്പൊ നമ്മൾ ജിം എന്ന് പേരിട്ട് വിളിക്കുന്ന റാൽഫിന് ഒരു പക്ഷേ വളരെയധികം പ്രയാസമുണ്ടാക്കിയിരിക്കാം. ഇവിടെ നമുക്ക് ഡോക്ടർ സിൽക്വർസിന്റെ ചില വാക്കുകൾ നമുക്ക് ഓർക്കാം. അതാണ് RID അല്ലെ, റെസ്റ്ലെസ്, ഇറിറ്റബിൾ, ഡിസ്കണ്ടന്റ്. ഇറിറ്റബിൾ എന്ന് പറഞ്ഞാൽ, ഇറിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ മുൻകോപം വരിക, പെട്ടെന്ന് ശുണ്ഠി പിടിക്കുന്ന, പെട്ടെന്ന് ശോഭിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ ഇറിറ്റേറ്റഡ് എന്ന് പറയുന്നത്. റെസ്റ്ലെസ് എന്ന് പറയുമ്പോഴത്തേക്കും വല്ലാതെ അസ്വസ്ഥനാകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അശാന്തമായ ഒരു മനസ്സിനുടമയാവുക, ഇളകി മറിഞ്ഞ ഒരു മനസ്സിനുടമയാകുക, അതാണ് റെസ്റ്റ്ലെസ്. ഡിസ്കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അസന്തുഷ്ടനാണ്, അതൃപ്തനാണ്, അസംതൃപ്തിയാണ്, തന്റെ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യാൻ പോകുന്നതിനുള്ള ഒരു പ്രയാസമാണ്. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യന് മെന്റൽ ഒബ്സഷനിലേക്ക്, കുടിയിലേക്ക് നയിക്കുന്നതിനുള്ള ഈ RID ഫാക്ടർ നമ്മൾ ഒരിക്കലും മറക്കാതെ, ഈ RID ഫാക്ടർ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഒരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മെമ്പർ എന്ന രീതിയിൽ റെസ്റ്ലെസ്, ഇറിറ്റബിൾ, ഡിസ്കണ്ടന്റ് എന്ന് പറയുന്ന ഈ വാക്ക് നമ്മൾ ഒരിക്കലും മറക്കരുത്. കാരണം ഈ 3 കാര്യങ്ങളാണ് പലപ്പോഴും നമ്മളെ മെന്റൽ ഒബ്സഷനിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പം കാറിന്റെ മുതലാളിയോട് ഗൗരവത്തോടെ അല്ലെങ്കിൽ കുറച്ച് സംസാരിക്കേണ്ടി വന്നു. അപ്പൊ വിൽപ്പനക്കാരെന്നത് എനിക്ക് പ്രയാസം ഉളവാക്കി എന്ന് പറയുന്നത് RID-യിൽ നമുക്ക് കണക്കാക്കാം. കാറിന്റെ വിൽപ്പനയ്ക്ക് ഒരാളെ കാണുന്നതിനെ ഗ്രാമത്തിലേക്ക് വണ്ടിയും കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു. അപ്പം ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോ ഷോറൂമിലൊക്കെ പോയിട്ട് കാണുന്ന പോലെയല്ല. ഇൻഷുറൻസ് ആണേലും വണ്ടി ആണേലും വാങ്ങുന്ന ആളിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് കാണിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യണം വിൽപ്പനയ്ക്ക്. വഴിയിൽ വിശപ്പ് അനുഭവപ്പെട്ടത് കാരണം വണ്ടി അരികിലിട്ട ശേഷം, റോഡരികിൽ മദ്യഷാപ്പോട് കൂടിയ ഒരു ഹോട്ടലിൽ കയറി. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, മദ്യഷാപ്പോട് കൂടിയ ഒരു ഹോട്ടലിലാണ് അവൻ കയറിയത്. മറ്റനേകം ഷാപ്പുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റനേകം റെസ്റ്റോറന്റുകൾ ഉണ്ടായിരുന്നെങ്കിലും മദ്യം വിളമ്പുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം എത്തിപ്പെടാനായിട്ട് സാധിച്ചത്. ഒരു പക്ഷേ ഇതിനു മുമ്പും ആ വഴിക്കൊക്കെ അവൻ പോയിട്ടുണ്ട്. ഒരുപക്ഷെ അതിനു മുമ്പ് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അമ്മരൊന്നും കുടിച്ചിട്ടില്ല. ഇന്നും അവൻ കയറുന്നത് കുടിക്കുക എന്ന ലക്ഷ്യമാക്കിയല്ല, ഭക്ഷണം കഴിക്കുക എന്ന ലക്ഷ്യമാക്കി തന്നെയാണ്. അതിനു മുമ്പ് കഴിച്ചിട്ടില്ല, അതിനു മുമ്പ് ആ ഹോട്ടലിൽ തന്നെ കയറിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം അവൻ റെസ്റ്ലെസ്, ഇറിറ്റബിൾ, ഡിസ്കണ്ടന്റ് എന്ന് പറയുന്ന മെന്റൽ ഒബ്സഷനിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവിടെ തന്നെ പോകുന്നത്. അപ്പോൾ റൊട്ടി കഴിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. നേരത്തെ ഇവിടെ വന്ന പല അനുഭവങ്ങൾ വിളിച്ച് ചിലപ്പോൾ കാർ വിൽപ്പനയ്ക്ക് പറ്റിയ ആളിനെ ഇവിടെ കണ്ടുമുട്ടിയേക്കാവുന്ന ഒരു തോന്നലുണ്ടായിരുന്നു. കുടിക്കാതിരിക്കുന്ന ചില സമയങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇവിടെ വരാറുണ്ടായിരുന്നു. ഒരു മേശക്കലയിരുന്ന ശേഷം ഒരു പ്ലേറ്റ് റൊട്ടിക്ക് ഒരു ഗ്ലാസ് പാലിനും ഞാൻ ഓർഡർ കൊടുത്തു. അപ്പം പാലിനും റൊട്ടിക്കും തന്നെയാണ് ഓർഡർ കൊടുക്കുന്നത്. അപ്പോഴും കുടിക്കുന്ന വിചാരമേ ഉണ്ടായിരുന്നില്ല. വീണ്ടും ഒരു പ്ലേറ്റ് റൊട്ടിക്കും ഒരു ഗ്ലാസ് പാലിനും കൂടി ഞാൻ ഓർഡർ കൊടുത്തു. വീണ്ടും അപ്പൊ വീണ്ടും അദ്ദേഹത്തിന് വിശക്കായിരുന്നു. പാലിനകത്ത് ഒരു ഔൺസ് വിസ്കി ഒഴിച്ച് കഴിച്ചാൽ വയറ് നിറഞ്ഞിരിക്കുന്ന എനിക്കൊരു കുഴപ്പമുണ്ടാകില്ല എന്ന ചിന്ത എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പാഞ്ഞു കയറി. തിങ്കിങ്. ഒരു ആൽക്കഹോളിക്ക് ചിന്തിക്കുന്നത് ഇപ്പോൾ കുഴപ്പമുണ്ടാകില്ല, ഒരെണ്ണം അടിച്ചാൽ കുഴപ്പമുണ്ടാവില്ല. അതാണ് ഈ ആദ്യത്തെ കുടിയിലേക്ക് നമ്മളെ നയിക്കുന്ന ആദ്യത്തെ ചിന്തയാണിത്. അതായത് നമ്മൾ പറഞ്ഞു, മെന്റൽ ഒബ്സഷൻ എന്താണ്? ഒരു നുണയെ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകുക, അല്ലെങ്കിൽ സത്യമല്ലാത്തൊരു കാര്യത്തെ വിശ്വസിക്കണം. കാരണം പാലിനകത്ത് വിസ്കി ഒഴിച്ച് കഴിച്ചാലും ആൽക്കഹോളിക്കിന് പ്രശ്നമാണെന്ന് അറിയാമെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് അത് പ്രശ്നമുണ്ടാകില്ലെന്ന ചിന്ത മനസ്സിൽ പാഞ്ഞു കയറി. അപ്പോൾ ഞാൻ
ഞാൻ വിസ്കിക്ക് ഓർഡർ കൊടുത്താൽ അത് പാലിൽ ഒഴിച്ചു. എന്റെ പ്രവൃത്തി ബുദ്ധിപരമല്ലെന്ന് തോന്നിയെങ്കിൽ നിറഞ്ഞ വയറ്റിലാണ് വിസ്കി കുടിക്കുന്ന ചന്ത എനിക്ക് ആശ്വാസം തന്നു. എന്താണ് അവന് തോന്നിയത്? അതായത് നന്നായി വയറ് നിറഞ്ഞ ആം, ഒരു മനുഷ്യന് വീണ്ടും കൂടുതൽ കുടിച്ചാൽ തന്നെ അത് ശരീരത്തിൽ ഏക്കത്തില്ല, അല്ലെങ്കിൽ പൂസാകില്ല, അല്ലെങ്കിൽ ആൽക്കഹോളിസത്തിന്റെ ക്രേവിങ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആം, എന്താണ് ശരിക്കും സംഭവിച്ചത്? ജിമ്മ് ഒരു സ്പിരിച്വൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നില്ല. അല്ലെങ്കിൽ അവന്റെ ആത്മീയ ജീവിതം ഉയർന്ന രീതിയിലായിരുന്നില്ല, അല്ലെങ്കിൽ അതിന് വലിപ്പം കൊടുത്തിരുന്നില്ല. അവന്റെ സെയിൽസ്മാൻ ആയ കാര്യത്തില് അവന് നല്ല ദേഷ്യവും ഉണ്ടായിരുന്നു. അവന്റെ സ്വന്തമായിരുന്ന ഓട്ടോമൊബൈൽ ഏജൻസിയിലെ നഷ്ടം കൊണ്ടാണ് അവന് ഇപ്പോഴത്തെ ബോസിനോട് അവന് ദേഷ്യം ഉണ്ടായത്. കാരണം ഞാൻ അവിടെ ഒരു സെയിൽസ്മാൻ ആയിട്ട് പോകുന്നതുകൊണ്ട്. ഇത് മദ്യാസക്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടകരമായ അവസ്ഥയാണ്. ഇവിടെ ജിം എന്താണ് ചെയ്തത്? കച്ചവടത്തിന് പോകുന്ന സമയത്ത് ബാറിൽ നിന്ന് തന്നെ ഉച്ചഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. ആ ഇൻസാനിറ്റി നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഒരു ഒരു ബുദ്ധിപരമല്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കലും ആൽക്കഹോളിക്കിന് അനുയോജ്യമല്ലാത്ത ഒരു ചിന്തയാണത്. അപ്പൊ നമ്മുടെ കുടി നിർത്തിയാലും മദ്യം കഴിക്കുന്നില്ലെങ്കിലും നമ്മുടെ വികാരങ്ങളെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ വികാരങ്ങൾ നമ്മളെ വല്ലാതെ വികാരത്തള്ളലിൽ യഥാർത്ഥത്തിലുള്ള ബോധ്യം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് യാഥാർത്ഥ്യത്തിലുള്ള കാര്യങ്ങൾ സത്യം തിരിച്ചറിയാതെ പോകും. ആരോഗ്യമുള്ള മനസ്സില്ലെങ്കിൽ സത്യം തിരിച്ചറിയാതെ പോകും. തെറ്റിനെ നമ്മൾ അല്ലെങ്കിൽ ഒരു നുണയെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അതാണ് ഡോക്ടർ സിൽക്ക്വർത്ത് പറയുന്നത്. തെറ്റിൽ നിന്നും ശരി തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആൽക്കഹോളിക് എത്തിത്തീരുന്നു. ഡോക്ടർ സിൽക്ക്വർത്ത് പറയുന്നുണ്ട്, ഡിഫറൻഷിയേറ്റ് ദ ട്രൂ ഫ്രം ദി ഫോൾസ്. തെറ്റിൽ നിന്നും ശരി തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആൽക്കഹോളിക് എത്തുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ അദ്ദേഹം എന്നാ ചെയ്തു? വിസ്കി പാലിലൊഴിച്ച് കഴിക്കുന്നത് അവനൊരിക്കലും കുഴപ്പമില്ലെന്ന് അവൻ വിചാരിച്ചു. കാരണം അത് ഒരു മുഴുവൻ, അതായത് ഫുള്ളായിട്ടുള്ള സ്റ്റൊമക്കില് ഭക്ഷണം കഴിച്ച് വയറ് നിറയും. കാരണം 2 റൊട്ടി 2 മിൽക്ക് ഇത് കഴിച്ച് ഫുള്ളായ ഇതിലേക്ക് വീണ്ടും വിസ്കി ഒഴിച്ചാല് അദ്ദേഹത്തിന് കുഴപ്പമില്ല എന്ന് തോന്നി. അതാണ് ഹി ബിലീവേഴ്സ് ഇൻ എ ലൈ. നമ്മൾ ആദ്യം പറഞ്ഞല്ലേ, മെന്റൽ ഒബ്സഷൻ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ്? നമുക്ക് ഒരു അബദ്ധ വിശ്വാസം അല്ലെങ്കിൽ ഒരു മായ വിശ്വാസത്തെ, ഒരിക്കലും ശരിയല്ലാത്ത ഒരു കാര്യത്തെ നമ്മൾ സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ അപ്പൊ അങ്ങനെ അദ്ദേഹം അപ്പൊ ഈ ഇൻസാനിറ്റി ആയിട്ടുള്ള ചിന്തകൾ, അപ്പൊ നമ്മുടെ ചിന്തയാണ് കുഴപ്പം. എനിക്ക് കുഴപ്പമുണ്ടാകില്ല എന്നുള്ള ചിന്ത. അപ്പൊ അടുത്തത് വായിക്കാം. അങ്ങനെ രക്ഷാകേന്ദ്രത്തിലേക്കുള്ള യാത്ര ജിം വീണ്ടും തുടങ്ങി. മദ്യപിച്ചതിനെ തുടർന്നുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ യാതനകൾക്കുപരിയായി ശിക്ഷ ലഭിക്കുമെന്ന ഭീഷണിയും, കുടുംബവും സ്വന്തം പദവിയും നഷ്ടപ്പെടുമെന്ന സ്ഥിതിയും ഉണ്ടായി. മദ്യം കൊണ്ട് അയാൾ അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത മാനസിക യാതനകളും ശാരീരിക പ്രയാസങ്ങളും വിട്ടുകളയാം. മദ്യപൻ എന്ന നിലയിൽ അയാളെക്കുറിച്ച് അയാൾക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും പാലിൽ കലർത്തിയാണെങ്കിൽ തനിക്ക് വിസ്കി കുടിക്കാം എന്ന വിഡ്ഢിത്തം കലർന്ന വിചാരം മദ്യപിക്കാതിരിക്കുന്നതിന് വേണ്ടി അയാളുടെ മനസ്സിൽ നടന്ന എല്ലാ വടംവലികളെയും തള്ളി നീക്കി. ഇതിൻ്റെ സംക്ഷിപ്തമായ നിർവചനം എന്തായാലും ഞങ്ങൾ ഇതിനെ ശരിക്കും ഭ്രാന്തെന്നേ പറയൂ. ബുദ്ധിയില്ലായ്മയെയും നേരായ മാർഗത്തിൽ ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത അസന്തുലിതാവസ്ഥയെയും മറ്റെന്താണ് വിളിക്കുക? ഓക്കെ. അപ്പൊ ജിമ്മ് രക്ഷാകേന്ദ്രത്തിലേക്കുള്ള യാത്ര, അതായത് അസൈലം എന്നാണ് ബുക്കിൽ ഉപയോഗിക്കുക. അസൈലം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ റീഹാബിലിറ്റേഷൻ സെന്ററോ ചികിത്സാലയമോ അഭയസ്ഥാനങ്ങളോ രക്ഷാകേന്ദ്രങ്ങളോ ഭ്രാന്താലയങ്ങളോ മാനസികാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഈ അസൈലത്തിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഈ ഭ്രാന്ത് രോഗം ബാധിച്ചവർക്കുള്ള ആശുപത്രിയൊക്കെ അസൈലം എന്നാണ് ആ വാക്കുകൊണ്ട് ഉപയോഗിക്കുക. അപ്പോൾ രക്ഷാകേന്ദ്രത്തിലെ യാത്ര ജിം വീണ്ടും തുടങ്ങി. മദ്യപിച്ചതിനെ തുടർന്ന് ശാരീരികവും മാനസികമായ യാതനകൾക്ക് ഉപരിയായി. അപ്പൊ അവന് പല കാര്യങ്ങളും അറിയാം അല്ലെ? ശാരീരികവും മാനസികവുമായിട്ടുള്ള ഹർട്ട് ഉണ്ട്. പക്ഷെ ആദ്യത്തെ കുടിയിൽ നിന്ന് അവനൊരു ചെറുത്തുനിൽപ്പ് ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് അവിടെ ആ ചെറുത്തുനിൽപ്പില്ലാത്തത്? വിത്തൗട്ട് ഹയർ പവർ അല്ലെ? ഒരു ഉന്നത ശക്തി കയ്യിലില്ലാത്തത് കൊണ്ടാണ്, അദ്ദേഹമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവന് ഫസ്റ്റ് ഡ്രിങ്കിൽ നിന്ന് തടയാൻ സാധിക്കാതെ വന്നത്. തുടർച്ചയായി പ്രോഗ്രാം പ്രവർത്തിക്കുന്ന ഒരാൾക്കാണ് ഈ റിലേഷൻഷിപ്പ് ഉണ്ടാവുക. ഇതുകൊണ്ട് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത് 1 day at a time, ഇന്നത്തെ ഒരു ദിവസത്തേക്കുള്ള പ്രോഗ്രാം.
24 മണിക്കൂർ ഉള്ള പ്രകാരം നമ്മൾ ഡേയ്സ് പലപ്പോഴും വർഷങ്ങൾ പലപ്പോഴും ഡേയ്സിലാണ് പറയുന്നത്. 5000 വർഷം എന്നോ 16,000 വർഷം എന്നോ. ഇന്നലെ ഞാനൊരു മീറ്റിങ്ങിന് കൊണ്ടപ്പോൾ അദ്ദേഹം 19,000 ദിവസം, സോറി വർഷമല്ല, ദിവസങ്ങൾ എണ്ണുന്നത് അങ്ങനെയാണ്. അപ്പൊ 17,000 ദിവസം, ഒരാൾ 17,000 ദിവസമായി എന്ന് പറയുമ്പോൾ അപ്പൊ 10-45 വർഷമായി കാണും. അപ്പം ആം, ഇതായത് നമ്മുടെ പ്രോഗ്രാം അല്ലെങ്കിൽ ആൽക്കഹോളിക് അനോണിമസ് വിഭാവനം ചെയ്യുന്ന പ്രോഗ്രാം ഒരു ദിവസത്തേക്കാണ്. ഇന്നൊരു ദിവസം ഞാൻ പ്രവർത്തിച്ചില്ലെങ്കിൽ, എന്റെ പ്രോഗ്രാം പ്രവർത്തിച്ചില്ലെങ്കിൽ, ഞാൻ ഫസ്റ്റ് ഡ്രിങ്കിന് ഒരു റെസിസ്റ്റന്റ് പ്രതിരോധം രേഖപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കുകയില്ല എന്നുള്ളൊരു സത്യമാണ് ജിമ്മിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ജിമ്മിന് എല്ലാ ഭീഷണിയെ പറ്റി അറിയാം, ആശങ്കകളെ പറ്റി അറിയാം, അതായത് കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എല്ലാ അപകടങ്ങളെ പറ്റി അറിയാം. പക്ഷെ അവന് ആ ഡിഫൻസ് ഉണ്ടായില്ല. എന്തൊക്കെയാണ് അവന് അറിയാവുന്ന കാര്യങ്ങൾ? അടുത്ത വാക്കുകളിൽ പാരഗ്രാഫിനകത്ത് പറയാണ്, കുടുംബം നഷ്ടപ്പെടും, തന്റെ ഭാര്യ പിരിഞ്ഞു പോകും. കാരണം അവൾ തിരിച്ചു വന്നു എന്ന് നമ്മൾ അതായത് 34-ാമത്തെ പേജിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ഞങ്ങളുടെ പരിപാടിയിൽ തുടക്കം കുറിച്ചു. അയാളുടെ കുടുംബം ഒന്നിച്ചു കൂടുകയും ഒരു വിൽപ്പനക്കാരൻ എന്ന നിലയിൽ അയാൾ മദ്യപിച്ച് നഷ്ടപ്പെടുത്തി പഴയ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പൊ കുടുംബം തിരിച്ചു വന്നതാണ്. അപ്പൊ ഡൈവോഴ്സ്ഡ് ആയില്ല, പക്ഷെ പിരിഞ്ഞിരിക്കുന്ന അവള് തിരിച്ചു വന്നതാണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? ശിക്ഷ ലഭിക്കുമെന്നുള്ള ആ ഭീഷണി അവനറിയാം. അതായത് മദ്യപാനം വീണ്ടും അവനെ കുടുംബം നഷ്ടപ്പെടുത്തുമെന്നും തനിക്ക് ഉണ്ടായ ജോലി നഷ്ടപ്പെടുത്തുമെന്നും ധാരാളം സഹനങ്ങളും നാണക്കേടിനേക്കാൾ ഉപരിയായി, അതായത് അവന് ഈ മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ ശാരീരികവും മാനസികവുമായ യാതനകൾക്കുപരിയായി, അത്തരം സഹനങ്ങൾക്കുപരിയായി, നാണക്കേടുകൾക്കുപരിയായി ഈ ശിക്ഷ ലഭിക്കുന്നുവെന്ന ഭീഷണിയും കുടുംബവും സ്വന്തം പദവി നഷ്ടപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായി. അപ്പൊ ഒരു പക്ഷേ പിരിഞ്ഞു പോയിണ്ടാവും. മദ്യം കൊണ്ട് അയാൾ അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത മാനസിക യാതനകളും ശാരീരിക പ്രയാസങ്ങളും വിട്ടുകളയാന്നാണ് പറയുന്നത്. അതായത് അയാൾ അനുഭവിക്കുന്ന ആ സഹനവും ഇതൊക്കെ വിട്ടുകളഞ്ഞാൽ പോലും ഈ ശിക്ഷ ലഭിക്കുമെന്നുള്ള ഇതും അവനുണ്ടായി. മദ്യപൻ എന്ന നിലയിൽ അയാൾക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ആൽക്കഹോളിക്കിന് അവൻ ആൽക്കഹോളിക് ആണെന്നുള്ള കൃത്യമായ അറിവുണ്ടായിരുന്നെങ്കിൽ പോലും, ഇവിടെയാണ് മനസ്സിലായത്, ദീർഘകാലം നമ്മൾ മീറ്റിങ്ങിലൂടെ പോവുക, കുറെ സെൽഫ് നോളജ്, അതായത് ഇതിനെക്കുറിച്ച്, മദ്യാസക്തിയെ കുറിച്ചും മദ്യപാനത്തെ കുറിച്ചും ഒക്കെ അറിവുകൾ ഉണ്ടാകുക, ചിലപ്പോൾ നല്ല നല്ല രീതിയിൽ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയുക. അത് ജസ്റ്റ് ഗോ ടു മീറ്റിംഗ് ആണ്. അതായത് വെറുതെ മീറ്റിങ്ങിന് പോകുന്നു. ഞാൻ പറയുന്നത് മീറ്റിങ്ങിന് പോകരുതെന്നല്ല. സെക്കൻഡ് പാർട്ട് നമ്മൾ സിമെന്റിനെ പറ്റി പറയുന്നുണ്ട്. മീറ്റിംഗ് പ്ലസ് പ്രോഗ്രാം, 12 പടികളുടെ പരിശീലനം പ്ലസ് മീറ്റിംഗ്, ഇത് രണ്ടും കൂടിയാണ് നമുക്ക് വർക്ക് ആവുള്ളൂ. അപ്പം ഈ ചിന്തകള്, അതല്ലെങ്കിൽ ഇതൊന്നും ഈ വിസ്കിയില് പാലൊഴിച്ച്, അല്ലെങ്കിൽ പാലിൽ വിസ്കി ഒഴിച്ച് കഴിക്കാവുന്നുള്ള ആ ചിന്തയെ മറികടക്കാൻ അവനായില്ല. അല്ലെങ്കിൽ കുടിക്കാതിരിക്കുക എന്നുള്ള ആ ധാരണയെ അവനെ അട്ടിമറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ധാരണയെ അട്ടിമറിച്ചുകൊണ്ട് പാലിൽ വിസ്കി ഒഴിച്ച് കുടിക്കുക എന്ന ആശയം അവനിലേക്ക് കടന്നു വന്നു. ഇതിനെയാണ് ഇൻസാനിറ്റി എന്ന് പറയുന്നത്. അതായത് ബിലീവ് ഇൻ ലൈ, ഒരു തെറ്റായ കാര്യത്തെ വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ബുദ്ധിഭ്രമം സംഭവിക്കുക, ഒരു ഉന്മാദം സംഭവിക്കുക, അങ്ങനെയുള്ള പല വാക്കുകൾ നമുക്ക് പറയാം. അപ്പൊ അത് അല്ലെങ്കിൽ അതിനൊരു ഒബ്സഷൻ. ആ ഒബ്സഷന്റെ ഇംഗ്ലീഷ് വാക്ക് അർത്ഥം ഇങ്ങനെയാണ്: ഐഡിയ സോ സ്ട്രോങ് മേക്സ് എ ബിലീവ് ഇൻ ദ ലൈ. അതായത് ഒരാശയം നല്ല ശക്തിപ്പെടുക, ഒരു നുണയെ വിശ്വസിക്കുക എന്നുള്ള ആശയം വളരെയധികം ശക്തിപ്പെടുക, അതിനെയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. ഒരു മിഥ്യാബോധമാണ്, അബദ്ധവിശ്വാസമാണ്, അല്ലെങ്കിൽ നമുക്ക് നേരെ ചിന്തിക്കാനുള്ള കഴിവില്ലാതാകുന്നതാണ് ഈ ഒബ്സഷൻ. ഇത് പലപ്പോഴും ഞാൻ മാത്രം, അല്ലെങ്കിൽ ഈ ഐ പ്രോഗ്രാം ആകുമ്പോഴാണ് ഇത് പലപ്പോഴും സംഭവിക്കുക. നമുക്ക് സ്ലിപ്പും റിലാപ്സും ഒക്കെ പറയുമ്പോൾ പലപ്പോഴും സ്പീക്കർമാർ ഉപയോഗിക്കുന്ന ഒരു കഥയാണിത്. കാരണം ഐ പ്രോഗ്രാം, ഷിബു പ്രോഗ്രാം അങ്ങനെയല്ല വർക്ക് ചെയ്യേണ്ടത്. ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമാണ് ഷിബുവിൽ വർക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഞാൻ വീണ്ടും കുടിക്കും. അപ്പോ ഐ മീ എന്നുള്ളതിനോടൊന്ന് വിയിലേക്ക് മാറണം. അതുകൊണ്ട് എന്തുകൊണ്ട് അവൻ കുടിച്ചു എന്ന് ചോദിച്ചാല് അതിനുള്ള ത്തിന്റെ ഉത്തരം, അവന് സ്പിരിച്വൽ ലൈഫ് എക്സ്പാൻഡ് ചെയ്തില്ല, ദൈവം അല്ലെങ്കിൽ ഹയർ പവർ എന്നുള്ള ഒരു ആശയം അവനിൽ ഉണ്ടായില്ല. അങ്ങനെയുള്ള പിന്നെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കറിയാം, ഫിസിക്കൽ അലർജി നമുക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും 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 കുടിക്കും. അതിനെ ക്രേവിങ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് പേജ് നമ്പർ 43 വരെ, അതായത് ഇപ്പൊ നമ്മൾ 35-ാമത്തെ പേജിലാണ് നിൽക്കുന്നത്. 43 പേജ് വരെ, ഡോക്ടർ ഒപ്പീനിയൻ വരെ ഈ പറയുന്ന ഫസ്റ്റ് ഡ്രിങ്കിന്
നിന്ന് നമ്മൾക്ക് എതിർക്കാനായിട്ട് നമുക്ക് ശക്തിയില്ല എന്നൊരു കാര്യത്തെയാണ് ബിൽ ഡബ്ല്യു വിവരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീടുള്ള പേജുകൾ 44 മുതൽ 88 വരെ പേജിൽ നമ്മുടെ പ്ലാൻ ഓഫ് ആക്ഷൻ, അതായത് 12 പടികളെ കുറിച്ചാണ്, അല്ലെങ്കിൽ പവർ എങ്ങനെ നമുക്ക് ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പറയുക. അപ്പോൾ നമ്മളിവിടെ പ്രോബ്ലം മാത്രമല്ല പറയാ, പ്രോബ്ലം പറഞ്ഞതിന് ശേഷം ആൽക്കഹോളിക് ആയിട്ടുള്ള എന്നെ പോലുള്ള ആളുകളോടും നമ്മളെ പോലുള്ള ആളുകളോടും ഒക്കെ പറഞ്ഞതിന് ശേഷം പ്ലാൻ ഓഫ് ആക്ഷൻ കൂടി അടുത്ത പേജുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ സ്വയം തോൽവി സമ്മതിക്കണം, അല്ലെ? ഡിനയിൽ പാടില്ല. എനിക്ക് കഴിയും, എനിക്ക് കൂടി നിർത്താൻ കഴിയും. നമ്മുടെ നാഷണൽ ആനന്ദമാണത്. ഞാൻ വേണമെങ്കിൽ നിർത്തി കാണിച്ചു തരാം, എനിക്ക് കഴിയും, ഞാൻ ഇനി കുടിക്കുകയില്ല, ഞാൻ കുടിക്കുകയില്ല എന്നുള്ളതാണ് നാഷണൽ ആനന്ദം. ഞാൻ ഇനി കുടിക്കുകയില്ല, ഞാൻ ഇനി ഒരിക്കലും കുടിക്കുകയില്ല എന്നുള്ളതാണ് നാഷണൽ ആനന്ദം. അപ്പോൾ നമ്മുടെ ആ ദേശീയഗാനം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ തോൽവി സമ്മതിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന കണ്ടന്റ്. അതായത് ആദ്യത്തെ കുടിയിൽ നിന്ന് എനിക്ക് പ്രതിരോധമില്ല, അതിനാൽ എൻ്റെ മനോഭാവങ്ങളെ ഞാൻ മാറ്റേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഞാൻ ഓടി അകലേണ്ടതുണ്ട്. എന്നിൽ നിന്ന് ഓടി അകന്നതിന് ശേഷം ഞാൻ തിരിച്ച് എൻ്റെ ആത്മീയമായിട്ടുള്ള വഴിയിലേക്ക് തിരിയേണ്ടതുണ്ട്. അതിന് നമ്മൾ ടേൺ എന്നാണ്, ടേൺ അല്ലെ, തിരിച്ചുവിടുക. സ്റ്റെപ്പ് 3 തിരിച്ചുവിടുക എന്നുള്ള വാക്ക് ടേൺ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അപ്പം പക്ഷെ എന്നിട്ട് പാലിൽ കലർത്തിയെങ്കിൽ തനിക്ക് വിസ്കി കുടിക്കാവുന്ന വിഡ്ഢിത്തങ്ങളാണെന്ന വിചാരം മദ്യപിക്കാതിരിക്കുന്നതിന് വേണ്ടി അയാളുടെ മനസ്സിൽ നടന്ന എല്ലാ വടംവലികളെയും തള്ളി നീക്കി. അപ്പൊ മദ്യപിക്കാതിരിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. എന്തൊക്കെയുണ്ട് ആഗ്രഹം? ഭാര്യ പിരിഞ്ഞു പോവും, ജോലി നഷ്ടപ്പെടും, സഹനം, മറ്റുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് എല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ അത് തള്ളി നീക്കി. ഇതിന്റെ സംക്ഷിപ്തമായ നിർവചനം എന്തായാലും ഞങ്ങൾ ഇതിനെ ശരിക്കും ഭ്രാന്തെന്നേ പറയുന്നു. അപ്പൊ അതിനെയാണ് ഇൻസാനിറ്റി, ഭ്രാന്ത് എന്നാണ് അവിടെ ഉപയോഗിക്കുക. അപ്പൊ ബുദ്ധിയില്ലായ്മയെ നേരെ മറച്ച് ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത അസ്വസ്ഥതയെ മറ്റെന്താണ് വിളിക്കുക എന്നാണ് പറയാ. അപ്പൊ അടുത്തത് വായിക്കാവോ? ഇതൊരു അതിര് കടന്ന സംഗതിയാണെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. ഞങ്ങൾക്കാണെങ്കിൽ ഇതത്ര അസംഭവമായ കാര്യമൊന്നുമല്ല. കാരണം ഈ മട്ടിലുള്ള ചിന്താഗതി ഞങ്ങളിൽ ഓരോരുത്തരുടെയും സഹജ സ്വഭാവമായിരുന്നിട്ടുണ്ട്. മദ്യം കുടിച്ചതിന് ശേഷമുള്ള അനന്തരഫലങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ഞങ്ങളിൽ ഇതൊക്കെ തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട്, നിമ്മിലുള്ളതിനേക്കാൾ കൂടുതലായി. എന്നാൽ ഞങ്ങളുടെ എന്തിനേയും നീതീകരിക്കൽ എന്ന സ്വഭാവത്തിന് അനുയോജ്യമായ രസകരമായ ഒരു മാനസിക പ്രവണത കൂടി എപ്പോഴും ഉണ്ടായിരുന്നു. ആദ്യത്തെ കുടി കുടിക്കണമെന്നതിന് അനിവാര്യമായതും എന്തെങ്കിലും ഭ്രാന്തിന് തുല്യമായ നിസ്സാര ഒഴിവ് പറയുക എന്നത് ഞങ്ങളുടെ ശക്തമായ ന്യായീകരണ സ്വഭാവം ഞങ്ങളെ മദ്യം കഴിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നതിൽ പരാജയപ്പെട്ടു. കുടിക്കുക എന്ന ഭ്രാന്തൻ ആശയം മാത്രം എപ്പോഴും ജയിച്ചു. പിറ്റേ ദിവസം ഇതങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് എല്ലാ നേരായ്മയോടും ആത്മാർത്ഥതയോടും കൂടി ഞങ്ങളോട് തന്നെ ചോദിക്കും. ഓക്കെ, അപ്പോൾ പേജ് 14 പറയുന്നുണ്ട്, ഒരു അമിത മദ്യാസക്തൻ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സ്വയം ത്യാഗത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും തന്റെ ആത്മീയ ജീവിതം വിപുലമാക്കാനും ശരിപ്പെടുത്താനും പരാജയപ്പെട്ടാൽ തന്റെ മുൻപിലുള്ള പരീക്ഷണങ്ങളെയും അപകടങ്ങളെയും അതിജീവിക്കാൻ അയാൾക്ക് കഴിയില്ല. അയാൾ പ്രവർത്തിക്കാൻ ഒരുങ്ങിയില്ലെങ്കിൽ നിശ്ചയമായും കുടിക്കും. അയാൾ കുടിച്ചാൽ നിശ്ചയമായും മരണത്തിലെത്തും. പേജ് നമ്പർ 14 നമ്മൾ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്ത് പോയതാണത്. അതായത് ആത്മീയമായിട്ടുള്ള നമ്മുടെ ഈ ജീവിതം വിപുലപ്പെടുത്തിയില്ലെങ്കിൽ മുമ്പിൽ വരുന്ന പരാജയപ്പെടുന്ന ഇതുപോലുള്ള പരീക്ഷണങ്ങളൊന്നും അതിജീവിക്കാൻ കഴിയില്ല എന്നാണ് പറയാ. അപ്പൊ അടുത്തത് എന്നതാണ് പേജ് നമ്പർ 24 ഇന്നും അവ്യക്തമായ കാരണങ്ങളാൽ ഒരു മദ്യപാനാസക്തന് മദ്യത്തിന്റെ കാര്യത്തിൽ കുടിക്കുക എന്നതൊഴിച്ച് മറ്റൊന്നും ചെയ്യാനാവില്ല. ഇച്ഛാശക്തി എന്ന് പറഞ്ഞത് ഇല്ലാതാകുന്നു. ഒരാഴ്ചയോ ഒരു മാസത്തിലധികമോ ഉണ്ടായ അപമാനത്തിന്റെയും കഷ്ടതയുടെ ഓർമ്മ ഞങ്ങളുടെ ബോധ മനസ്സിലേക്ക് അർഹിക്കുന്ന ഗൗരവത്തോടെ കൊണ്ടുവരാൻ ഞങ്ങൾ പലപ്പോഴും അശക്തരാണ്. ആദ്യത്തെ കുടിയുടെ നിന്നുള്ള ചെറുത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് കെൽപ്പില്ല. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഒരു ഉദാഹരണത്തിലേക്ക് നമ്മൾ നയിക്കുകയാണ്. അപ്പോൾ അതായത് ആദ്യത്തെ കുടി നമ്മൾ തിരികൊളുത്തുമ്പോൾ ആദ്യത്തെ കുടി രണ്ടാമത്തെ കുടിയിലേക്ക് പോവും. അപ്പോൾ നമ്മൾ ഈ കാണിച്ച അർത്ഥശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ശാരീരികം എന്നതിലൂടെ മാനസികമായിട്ടുമാണ്. അതായത് ക്രേവിംഗിലേക്ക്, മെന്റൽ ഒബ്സഷനിലൂടെയാണ് നമുക്ക് ശാരീരിക അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്, അല്ലെ? ഒരാൾ കുടിക്കാൻ തുടങ്ങുന്നത് മാനസിക അവസ്ഥയിലാണ്, അയാൾ ചിന്തിക്കുമ്പോഴാണ്. അതിനുശേഷമാണ് നമ്മൾ ശരീരത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുന്നത്, ബോഡിയുടെ അലർജിയിലേക്ക് എത്തുന്നത്.
കുടിക്കാതിരിക്കുന്നത് വരെ അദ്ദേഹത്തിന് പ്രശ്നമില്ല. മെന്റൽ ഒബ്സഷൻ എല്ലാവർക്കും വരാം. പക്ഷെ കുടിച്ചു കഴിഞ്ഞാല് അദ്ദേഹം ആ സ്പ്രീ എന്ന് പറയുന്ന ആ ഒരു വലിയ വലയത്തിലേക്ക് പെട്ടുപോകും. അപ്പൊ മെന്റൽ ഒബ്സഷനൊക്കെ പലപ്പോഴും നിസ്സാരമായിട്ട് ഒഴിവൊഴിവുകളാണ്. ഇപ്പൊ പാലില് ബ്രാൻഡി ഒഴിച്ച് കഴിക്കാം, അല്ലെങ്കിൽ വിസ്കി ഒഴിച്ച് കഴിക്കാം എന്നുള്ള ആ നിസ്സാരമായ ഒരു ഒഴിവുകൾ വന്നതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നമായിട്ട് മാറിയത്. അപ്പോ ഈ ആങ്കർ, കോപം, രോഷം, അല്ലെങ്കിൽ വറി, ആകുലത, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകാറുണ്ടെന്ന് അടുത്ത പാരഗ്രാഫിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വായിക്കുന്നത് ഇത് അതിൽ അതിര് കടന്നത് നിങ്ങൾ വിചാരിക്കാം, ഞങ്ങൾക്കാണ് ഇത് അത്ര അസംഭവമായ കാര്യങ്ങളൊന്നല്ല. അപ്പൊ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത് നമ്മൾ പറയുന്നത്. മദ്യം കുടിച്ചതിന് ശേഷം അനന്തരഫലങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ഞങ്ങളിൽ ഇതൊക്കെ തന്നെ ഫലിപ്പിച്ചിട്ടുണ്ട്. ജിമ്മിലുള്ളതിനേക്കാൾ കൂടുതലായി തന്നെ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. മദ്യം കഴിച്ചതിന് ശേഷം ഉണ്ടായ പോലീസ് കേസ് ഉണ്ടായിട്ടുണ്ട്, ഭാര്യ പിരിഞ്ഞു പോയിട്ടുണ്ട്, ഭാര്യ വഴക്കിട്ട് പോയിട്ടുണ്ട്, മക്കള് മിണ്ടാതിരുന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പട്ടിക എന്തോരം വേണമെങ്കിലും നീട്ടാം. അപ്പോ എന്നാൽ ഞങ്ങളുടെ എന്തിനേയും നീതിയിരിക്കുക എന്ന സ്വഭാവത്തിനനുസരിച്ച് രസമായ മാനസിക പ്രവണത കൂടി ഇതിപ്പോഴും ഉണ്ടായിരുന്നു. ആദ്യത്തെ കുടി കുടിക്കുന്നതിന് അനിവാര്യമായും എന്തെങ്കിലും ഭ്രാന്തിന് തുല്യമായ നിസ്സാര ഒഴിവെ പറയുന്നത് ഞങ്ങളുടെ ശക്തമായ ന്യായീകരണ സ്വഭാവം ഞങ്ങളെ മദ്യം കഴിക്കുക എന്ന് തടഞ്ഞു നിർത്താൻ പറഞ്ഞില്ല. അപ്പൊ എക്സ്ക്യൂസസ്, എന്ത് ആദ്യത്തെ കുടിക്ക് വേണ്ടിയിട്ട് എന്ത് എക്സ്ക്യൂസസ് നമ്മൾ പറയും. അപ്പം കോൺസിക്വൻസസ് നമുക്ക് വിഷയമല്ല, അനന്തരഫലങ്ങൾ നമുക്ക് വിഷയമല്ല. അത് ചിലപ്പോൾ ഉഗ്രഭീതി ഉള്ളതായിരിക്കും, ഉഗ്രനായിരിക്കും, അതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷെ കുടിയെ തുടർന്ന് വരുന്ന സംഭവത്തെക്കാളും കുടിയിലേക്ക് നയിക്കുക എന്നുള്ള മെന്റൽ ഒബ്സഷനിലേക്കാണ് നമ്മൾ പോവുക. അപ്പൊ അടുത്ത് വായിക്കാവോ? നമ്മുടെ പെരുമാറ്റങ്ങൾ അത്രയ്ക്ക് ഹീനവും എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ ഹരം ബാധിച്ചവന്റെ പോലെ ദുർഗ്രാഹ്യവുമാണ്. ഉദാഹരണത്തിന് വാഹന നിബിഡമായ ഒരു തിരക്കിട്ട റോഡിലൂടെ കണ്ണും പൂട്ടി തന്നിഷ്ടത്തോടെ റോഡ് കുറുകെ കടക്കുന്നത് നിത്യതൊഴിലാക്കിയ ഒരാളുടെ കാര്യം നോക്കൂ. അനന്തരമായി ചീറിപ്പായുന്ന വാഹനങ്ങളുടെ മുന്നിലേക്ക് എടുത്തു ചാടുന്നത് അയാളൊരു രസമാക്കിയിരിക്കുന്നു. സ്നേഹസമ്പൂർണമായ മുന്നറിയിപ്പുകളെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് കുറെ നാൾ അയാൾ ഈ പണി ആസ്വദിക്കുന്നു. ഈ ഘട്ടം വരെ അയാൾ ഒരു തമാശക്കാരനാണെന്ന് എന്ന മട്ടിൽ നിങ്ങളും അയാളെ മുദ്രകുത്തുന്നു. ഭാഗ്യം അയാളെ വിട്ടൊഴിയുകയും തുടരെ അയാൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ അയാൾ ഈ പണി നിർത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും അയാൾ ഒരു അപകടത്തിൽപ്പെടുകയും അയാളുടെ തലയൊട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ചികിത്സ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ പാടെ വളരെ സ്പീഡിൽ വന്ന ഒരു വാഹനം തട്ടി അയാളുടെ കൈകൾ ഒടിയുന്നു. ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെ തൻ്റെ ഭ്രാന്തമായ കുറുകെച്ചാടൽ താൻ എന്നേക്കുമായി അവസാനിപ്പിച്ചിരിക്കുകയാണെന്ന് അയാൾ സത്യം ചെയ്യുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം അയാളുടെ കാലുകൾ ഒടിഞ്ഞ് ആശുപത്രിയിലെത്തുന്നു. ഓക്കെ. അപ്പം മറ്റു ചില അവസരങ്ങൾ ശരീരത്തിന് പിരിമുറുക്കം കൊണ്ടോ ദേഷ്യം കൊണ്ടോ, അതായത് നെർവസ്നെസ് എന്നാണ് പിരിമുറുക്കം എന്ന് പറഞ്ഞത് അല്ലേ, ഭയങ്കര മനസ്സിനൊരു സങ്കോചം ഉണ്ടാകുക, പരിഭ്രമം ഉണ്ടാകുക, അന്നേരം നമ്മൾ കുടിക്കും. പിന്നെ എന്നതാ, ദേഷ്യം കൊണ്ട് ആങ്കർ വരുമ്പോൾ, കോപിക്കുക, രോഷം വരുമ്പോൾ കുടിക്കും. അടുത്തത് എന്നതാ, വ്യസനം കൊണ്ട്, വറി എന്ന് വെച്ചാല് ഒരു ആദി വരുന്നു, ഒരു ആകുലത വരുന്നു, എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ വേവലാതി വരുന്നു, എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിന് ക്ലേശം സംഭവിക്കുന്നു. പിന്നെ അടുത്തത് ഒരു വാക്കും കൂടി ഉണ്ട്, ദേഷ്യം കൊണ്ട്, വ്യസനം കൊണ്ടോ, അതുപോലെ മറ്റു കാരണങ്ങൾ കൊണ്ടോ. അപ്പൊ ഇതിനകത്ത് ഡിപ്രഷനും കൂടി പറയുന്നുണ്ട്. ഡിപ്രഷൻ എന്നാണ് ഇംഗ്ലീഷ് ബുക്കിൽ പറയുന്നത്. വിഷാദം അല്ലെങ്കിൽ മനസ്സിന്റെ തളർച്ച, അല്ലെങ്കിൽ വേവലാതി, വിഷാദം, മനസ്സിന്റെ തളർച്ച, ഇതാണ്. പിന്നെ ജലസിയും കൂടി പറയുന്നുണ്ട്. നമ്മുടെ ഇതിനകത്ത് മലയാളം ബുക്കിൽ ജലസി വന്നിട്ടില്ല. ഓക്കെ. അസൂയ, കുശുമ്പ്, അതാണ് ജലസിയുടെ അർത്ഥം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കുടിക്കാറുണ്ട്. അപ്പൊ പക്ഷെ അങ്ങനെയുള്ള കുടിയുടെ തുടക്കത്തിൽ കാര്യം പിന്നീട് ഉണ്ടായ സംഭവവാസങ്ങളുടെ വെളിച്ചത്തിൽ കുടിക്കുവാൻ വേണ്ടി എന്തെങ്കിലും ഒഴിവുകൾ പറയുക എന്നത് തനി വട്ടന്മാരുടെ സ്വഭാവമാണെന്ന് ഞങ്ങൾ സംബന്ധിച്ച നിർബന്ധത്തിലാണ്. അതായത് നമുക്ക് പിന്നീടുണ്ടായ പല പ്രശ്നങ്ങളും, അതായത് ഇത്തരം നെർവസ്നെസ് വരുമ്പോഴോ, കോപം വരുമ്പോഴോ, ആദി വരുമ്പോഴോ, വ്യാധി വരുമ്പോഴോ ഒക്കെ, അല്ലെങ്കിൽ അസൂയ വരുമ്പോഴോ, കുശുമ്പ് വരുമ്പോഴോ ഒക്കെ നമ്മൾ വീണ്ടും കുടിക്കുമ്പോൾ പിന്നീട് അനന്തര ഫലങ്ങൾ വളരെ കട്ടി കൂടിയതാണ്. അവിടെയൊന്നും നമ്മൾ എക്സ്ക്യൂസസ് പറയുക എന്നത് തനി വട്ടന്മാരുടെ, അതായത് ഇൻസാനിറ്റി ബാധിച്ച,
ഭ്രാന്ത് ബാധിച്ച ഒരാളുടെ സ്വഭാവമാണെന്നാണ് ബുക്ക് പറയുന്നത്. അപ്പൊ വെറുതെ ഒരു രസത്തിന് വേണ്ടിയല്ല, മനഃപൂർവ്വം ഞങ്ങൾ കുടിക്കാൻ ആരംഭിച്ചു. അങ്ങനെ കുടിക്കുന്നതിന്റെ അനന്തരഫലം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ഫലപ്രദവും ഗൗരവപൂർവ്വ യാതൊരുവിധ മുൻധാരണയും ഞങ്ങൾക്കുണ്ടായിരുന്നില്ലെന്ന് എപ്പോഴും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് നമ്മളുടെ ഓരോ കുടിക്ക് ശേഷം ഉണ്ടാകുന്ന റെഡിക്കുലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ കോൺസിക്വൻസസിന് വളരെ ഉഗ്രനായ അനന്തരഫലങ്ങളാണ് പലപ്പോഴും എനിക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അവിടെ ചിന്തിക്കാതെ തന്നെ ആ ഒരു മുൻധാരണയെ കുറിച്ച് ചിന്തിക്കാതെ തന്നെ കുടിക്കാൻ പോകുന്നു. അപ്പൊ ഫസ്റ്റ് ഡ്രിങ്കിലേക്ക് ഞാൻ നയിക്കുന്ന മെന്റൽ ഒബ്സഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യാം. അപ്പൊ അത് വ്യക്തമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ട്രിവിയൽ എക്സ്ക്യൂസസ് എന്നാണ് പറയുന്നത്. അതായത് നിസ്സാരമായ ഒഴിവ് കഴിവുകൾ എന്നാണ് ബിഗ് ബുക്കിന്റെ മലയാളത്തില് പറയാ. ട്രിവിയൽ എക്സ്ക്യൂസസ് എന്തും നമുക്ക് പറയാം. എനിക്ക് അങ്ങനെ ഉണ്ടായി, എനിക്ക് കോപം വന്നു, എനിക്ക് ദേഷ്യം വന്നു, എനിക്ക് ആകുലത വന്നു, എനിക്ക് വ്യാകുലത വന്നു, എനിക്ക് അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ എന്നൊക്കെ നമുക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ പറയാൻ കഴിയും. അപ്പോൾ ഈ ന്യായീകരണങ്ങളൊന്നും അമിത മദ്യാസക്തിനെ സംബന്ധിച്ചിടത്തോളം അനന്തര ഫലങ്ങൾ സെയിം തന്നെയായിരിക്കും എന്നാണ് പറയാ. അപ്പൊ നമ്മുടെ പെരുമാറ്റങ്ങൾക്ക് അത്രയ്ക്കും ഹീനവും എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ ഹരം ബാധിച്ചവന്റെ ദുർഭാഗ്യമാണ്. ഉദാഹരണത്തിന് അപ്പൊ അടുത്തത് പറയുന്നത് ഈ ഇങ്ങനെ കരുതി കൂട്ടിയോ അല്ലെങ്കിൽ ആലോചിച്ചുറച്ചോ മനഃപൂർവ്വം അല്ലാതെയോ അല്ലെങ്കിൽ പിന്നീട് വരുന്ന ഈ ഗുണദോഷങ്ങളൊന്നും ചിന്തിക്കാതെയൊക്കെ നമ്മൾ പലപ്പോഴും വീണ്ടും കുടിക്കുന്നതിനെ പറ്റി പേജ് നമ്പർ 36 അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്ന ഉദാഹരണത്തിന്റെ പേര് ജെ വാക്കർ എന്നാണ്. ജെ വാക്കർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ജെ വാക്കർ എന്നാണ് പറയുന്നത്. അതായത് അതിന് അർത്ഥം വാഹന തിരക്കുള്ള വഴിയിൽ അന്തമില്ലാതെ നടക്കുന്നയാൾ, അല്ലെങ്കിൽ ഗതാഗത നിയമങ്ങൾ പാലിക്കാതെ തോന്നുന്നത് പോലെ നിരത്ത് മുറിച്ച് കിടക്കുന്ന ആളുടെ പേരാണ് ജെ വാക്കർ. ജെ വാക്കർ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ വാക്കാണ്. ജെ വാക്കർ എന്നാണ് അതിനെ പറയാ. അപ്പൊ നമുക്ക് നിയമങ്ങളൊന്നും പാലിക്കാതെ ക്രോസ് വഹിക്കുക. അപ്പം വീണ്ടും വീണ്ടും കുടിക്കുന്ന ഒരാളെ പറ്റി ഈ ഉദാഹരണമാണ് ബിഗ് ബുക്ക് പറയാ. അതായത് വാഹനതീവ്രമായ ഒരു തിരക്കട്ട റോഡിലൂടെ കണ്ണും പൂട്ടി തന്നിഷ്ടത്തോടെ റോഡ് കുറുകെ നടക്കുന്ന നിത്യതൊഴിലാക്കിയ ഒരാളുടെ കാര്യം ആലോചിച്ച് നോക്കും. ഇപ്പൊ നിത്യതൊഴിലാണത്. എപ്പോ വേണേലും അയാള് റോഡ് മുറിച്ചു കിടക്കും. അനന്തമായി ചീറിപ്പായുന്ന മുന്നിലേക്ക് എടുത്തു ചേർന്ന അയാളൊരു രസമായിരിക്കുന്നു. അയാൾക്കൊരു രസമാണത്. അപ്പോ ഇയാള് ഈ പണി ഇങ്ങനെ ആസ്വദിക്കുന്നു. ഈ ഒരു ഈ ഘട്ടം, അതായത് നമ്മൾ മദ്യാസക്തി കുറെ കാലം നമ്മൾ ആസ്വദിച്ചു അല്ലെ. കുറെ നാൾ അയാൾ ഈ പണി ആസ്വദിക്കുന്നത് പോലെ തന്നെ ഈ റോഡ് നമ്മൾ ഈ മദ്യം കുടിച്ചുകൊണ്ടേയിരുന്നു. ഈ ഘട്ടം വരെ അയാൾ ഒരു തമാശക്കാരനാണെന്ന മട്ടിൽ നിങ്ങളും അയാളെ മുദ്രവെക്കും. അപ്പൊ ആൽക്കഹോളിക്കിനെ കാണുന്ന ആൾക്കാരെല്ലാവരും അത് തമാശക്ക് കുടിക്കുന്നതാണ്. പക്ഷെ ഭാഗ്യം അയാളെ വിട്ടൊഴിക്കുകയും തുടരെ തുടരെ അയാൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. അപ്പൊ നമുക്കും പരിക്കേറ്റിട്ടുണ്ട് അല്ലെ. നമ്മൾക്കും പരിക്കേറ്റിട്ടുണ്ട്. നമുക്ക് സ്കൂളിൽ നിന്ന് പിള്ളേരെ വിളിച്ചുകൊണ്ട് വരാൻ മറന്നു പോവുക, ചിലപ്പോൾ നമ്മുടെ വാഹനം പോയി ഇടിക്കുക, ചിലപ്പോൾ നമ്മുടെ ലൈസൻസ് നഷ്ടപ്പെടുക, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ തന്നെ പറയാടാ നിന്റെ കുടി ഇച്ചിരി കൂടുതലാട്ടോ. അപ്പൊ അതൊന്നും അങ്ങനെയുള്ള ചില പരിക്കുകൾ, നിസ്സാരമായ പരിക്കുകൾ ഭാഗ്യം അയാൾ വിട്ട് പരിക്കുകൾക്ക് സാമാന്യ ബുദ്ധി എന്നുണ്ടെങ്കിൽ, അതായത് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ, സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ, കോമൺ സെൻസ് ഉള്ള മനുഷ്യനാണെങ്കിൽ ഈ പണി നിർത്തും അല്ലെ. പിന്നീട് ഇയാൾ ഈ റോഡ് ക്രോസ് ചെയ്യുന്നത് പോലെ നമ്മൾ കുടിക്കാൻ പോവില്ല. പക്ഷേ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മൾ കുടിക്കുന്നു. അയാളുടെ ഒരു അപകടത്തിൽ അയാളുടെ തലയോട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു കാര്യമായ പരിക്ക് മദ്യാസക്തി കൊണ്ടുണ്ടാകുന്നു. അതിന്റെ ചികിത്സ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വളരെ സ്പീഡിൽ വന്ന ഒരു വാഹനം തട്ടി അയാളുടെ കൈകൾ ഒടിയുന്നു. അപ്പൊ നമുക്ക് വീണ്ടും തന്നെ കുടിച്ചുകൊണ്ട് തന്നെ പറ്റി കൈകൾ ഒടിഞ്ഞു. അപ്പൊ തലയോട്ടി പൊട്ടി ആശുപത്രിയിലായത് അയാൾ വീണ്ടും കൈ ഒടിഞ്ഞപ്പോൾ പോലെ അമിത മദ്യാസക്തി കൊണ്ട് പല പ്രശ്നങ്ങളുണ്ടായ നമ്മൾ കുറെ കാലം കുടിക്കാതിരിക്കുകയും വീണ്ടും കുടിക്കുമ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുന്നു. ചീറിപ്പായുന്ന വാനൽകളുടെ തന്റെ ഭ്രാന്തമായ കുറുകേറ്റാടൽ താൻ എന്നേക്കുമായി അവസാനിപ്പിച്ചിരിക്കുന്ന സത്യം ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും പ്രോമിസസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ നാഷണൽ എന്ന്, ഇനി ഒരിക്കലും കുടിക്കില്ല, ഇനി ഈ പ്രശ്നത്തോടുകൂടി ഞാനിത് അവസാനിപ്പിച്ചു എന്ന് പറയുന്ന നാഷണൽ ആനന്ദമൊക്കെ നമ്മൾ ചെല്ലാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് വളരെ തമാശയ്ക്ക് തുടങ്ങിയ കുടി ഒരു പ്രോഗ്രസീവ് സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ വളരെ ഹോപ്പ്ലെസ്നെസ് ഉള്ള ഒരു സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ പവർലെസ്നെസ് ആയിട്ടൊരു സ്റ്റേജിലേക്ക് വന്ന ഒരു കുടി, അല്ലെങ്കിൽ വളരുന്ന രോഗം എന്നാണല്ലോ നമ്മുടെ രോഗത്തെ പറയാം. അപ്പൊ അമിത വളർച്ച എത്തിയ ഈ അമിത മദ്യപാനാസക്തിക്ക് പിന്നീട് നമുക്ക് ഈ ഫസ്റ്റ് ഡ്രിങ്ക് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡാമേജിനെ പറ്റിയാണ് ഈ ഒരു പാരഗ്രാഫ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. കാലുകൾ ഒടിഞ്ഞ് ആശുപത്രി. പിന്നെ അടുത്തത് എന്താണ്? കാലങ്ങളോളം ഈ പെരുമാറ്റം തുടരുന്നു. നമ്മൾ പലരും 10 വർഷം, 20 വർഷം, 5 വർഷം, 6 വർഷം, 2 വർഷമൊക്കെ ഇത് തുടരുന്നു. അതോടൊപ്പം താൻ ഇനി കൂടുതൽ സൂക്ഷിച്ചുകൊള്ളാവുന്നു. അതായത് കുടിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയും നമ്മൾ ഇന്ന് ഒരു ബിയർ മാത്രം കുടിക്കാം,
അല്ലെങ്കിൽ 2 ബിയർ മാത്രം കുടിക്കുക, അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ മാത്രം കുടിക്കുക എന്നൊക്കെ ഉള്ള പല പല ആശയങ്ങൾ നമ്മുടെ തലയിലേക്ക് കയറി നിന്ന് അപ്പം പറഞ്ഞു അവസാനം അയാൾ മറ്റൊരു പണിക്കും കൊള്ളാത്തവനായി മാറുന്നു. നോക്കൂ, അവന് ഹോപ്പ്ലെസ് സ്റ്റേജിലേക്ക് എത്തി. അയാളുടെ ഭാര്യ അയാളെ ഉപേക്ഷിക്കുന്നു. അപ്പൊ ഭാര്യ ഉപേക്ഷിക്കുകയാണ്. തന്റെ തലയിൽ നിന്ന് ഈ റോഡ് മറികടക്കുക എന്ന ആശയം പൂർണ്ണ ഉപേക്ഷിക്കുന്ന അയാൾ ആത്മാർത്ഥമായി കരുതുന്നുണ്ട്. അതായത് കുടിക്കാതിരിക്കുക എന്നുള്ള ആശയം നമ്മുടെ തലയിലുണ്ട്, പക്ഷെ നമുക്കത് സാധിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ഞാൻ ഇനി കുടിക്കുകയില്ല, എന്റെ വൈഫിന്റെ ഒക്കെ തലയിലൊക്കെ കൈവച്ച് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നടക്കുന്നില്ല. കാര്യങ്ങളൊക്കെ നേരെയാകുന്നതിന് വേണ്ടി അയാൾ ഒരു പ്രാന്താശുപത്രിയിൽ അടച്ച മുറിയിൽ കഴിയുന്നു. അപ്പൊ അയാൾ പൂട്ടിയിടപ്പെട്ടു. പക്ഷെ അയാൾ പുറത്തിറങ്ങിയ ദിവസം ചീടുപെയ്യുന്ന ഒരു ഫയർ എഞ്ചിന്റെ മുമ്പിൽ അയപ്പെടുന്നു. അപ്പം ഒരു ആൽക്കഹോളിക്ക് പൂട്ടിയിടപ്പെട്ടാലും വീണ്ടും തിരിച്ചു വന്ന് കുടിക്കുമ്പോൾ എന്നാ പറ്റണേ? ഇതുപോലുള്ള അപകടങ്ങൾ പറ്റും. ഈ അപകടത്തിൽ അയാളുടെ മുതുകല്ലൊടിയുന്നു. ഇങ്ങനെയുള്ള ഒരാൾ തനി വട്ടനാണെന്ന് നിങ്ങളും കരുതിയേക്കാം. അപ്പൊ ഒരു ആൽക്കഹോളിക്കിന്റെ ഇൻസാനിറ്റിയെ പറ്റി, ഭ്രാന്തമായ ഒരു അവസ്ഥയെ പറ്റിയാണ് പറയാ. അതായത് മദ്യം എന്നുള്ള ഒഴിയബാധ മനസ്സിൽ നിന്ന് വിട്ടുപോകാതിരിക്കുന്ന ഒരു വിചാരമായി, അല്ലെങ്കിൽ വളരെയധികം ആകർഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു അമിതമായി ഇഷ്ടമുള്ള ഒരു വസ്തുവായി, അല്ലെങ്കിൽ മദ്യത്തെ മാറ്റി മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അതിനെപ്പറ്റി മാത്രം ആലോചിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു മാനസികമായിട്ടുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് ആൽക്കഹോളിക്ക് എത്തിച്ചേരുന്നു. അതൊരു അസാമാന്യമായ അവസ്ഥയാണ്. അല്ലെങ്കിൽ അപൂർവമായിട്ട്, അല്ലെങ്കിൽ മറ്റു നോൺ ആൽക്കഹോളിക് ആയിട്ട് ഉള്ള ആളുകളിലേക്ക് കണ്ട് വരാത്തൊരവസ്ഥയാണ്. ഇവിടെ നമുക്ക് ഇൻസാനിറ്റിയെ കുറിച്ച്, പ്രത്യേകിച്ച് ഈ മോർ അബൌട്ട് ആൽക്കഹോളിസം എന്ന് പറയുന്നത് ഈ ഇൻസാനിറ്റിയെ കുറിച്ച് വിവരിക്കാനാണ്. അതായത് ആദ്യത്തെ കുടിയിൽ നിന്ന് ആൽക്കഹോളിക്കിന് രക്ഷപ്പെടാനുള്ള പവർ ഇല്ലെന്നും, അവന്റെ മാനസിക മെന്റൽ ഒബ്സഷൻ എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാകുമെന്നും അവന് മനസ്സിലാക്കുന്നതിലേക്കൊക്കെയാണ് ഈ കഥ പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, പേജ് നമ്പർ 33 അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ പോലെയുള്ളവരാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ വായനക്കാരെ സഹായിക്കാൻ സാധിക്കുക? ഈ ഇത്തരം മാനസിക അവസ്ഥകളിലേക്കുള്ള, അല്ലെങ്കിൽ കുടിയെ എങ്ങനെയാണ് നയിക്കുന്നത്, എങ്ങനെയാണ് ജിമ്മിനും ജയവാക്കർ എന്ന് പറയുന്ന ജയവാക്കറിനും റിലാപ്സും സ്ലിപ്പും എങ്ങനെയാണ് ഉണ്ടായത്? അല്ലെങ്കിൽ അടുത്തത് ഒരു കഥയും കൂടെ ഉണ്ട്, ഫ്രെഡ് എന്ന് പറയുന്നത്. അയാൾക്ക് ഈ ബുദ്ധിശൂന്യമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ അബദ്ധം, അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യാത്ത യുക്തിഹീനമായിട്ടുള്ള വീണ്ടും കുടി, അല്ലെങ്കിൽ ഒരു മണ്ടം പ്രവൃത്തി എന്നൊക്കെയാണ് പറയാ, മണ്ടം പ്രവൃത്തി. എങ്ങനെയാണ് അവർ വീണ്ടും കുടിക്കുക? അതായത് പൂർണ്ണമായിട്ടും തോൽവി സമ്മതിക്കാതെ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും എനിക്ക് ആദ്യത്തെ കുടിക്കെതിരായ ശക്തി ഇല്ല എന്ന് സമ്മതിക്കാതെ, അല്ലെങ്കിൽ അങ്ങനെ സമ്മതിച്ച ഒരാൾക്ക് മാത്രമേ രണ്ടാം പടിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒന്നാം പടി ചെയ്താൽ മാത്രമേ രണ്ടാം പടിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോ ജയവാക്കർ കാറുകൾക്ക് മുന്നിലൂടെ, അല്ലെങ്കിൽ വണ്ടികൾക്ക് മുന്നിലൂടെ സഞ്ചരിക്കുന്നത് പോലെ മദ്യത്തിനായിട്ട് നാം ഓടിയെന്നും, മദ്യത്തിന്റെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിച്ചില്ലെന്നും, അതിനേക്കാൾ ഉപരിയായി നമ്മൾക്ക് പരിക്ക് പറ്റി എന്നുള്ളതാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. അപ്പൊ അടുത്ത് വായിക്കാവോ? കാലങ്ങളോളം ഈ പെരുമാറ്റം തുടരുന്നു. അതോടൊപ്പം താൻ ഇനി കൂടുതൽ സൂക്ഷിച്ചു കൊള്ളാമെന്നും നടുറോട്ടിൽ നിന്ന് താൻ ഇനി മാറി നിന്ന് കൊള്ളാമെന്നും അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവസാനം അയാൾ മറ്റൊരു പണിക്കും കൊള്ളാത്തവനായി മാറുന്നു. അയാളുടെ ഭാര്യ അയാളെ ഉപേക്ഷിക്കുന്നു. അങ്ങനെയെല്ലാം കൊണ്ടും അയാൾ പരിഹാസ്യനായി മാറുന്നു. തൻ്റെ തലയിൽ നിന്ന് ഈ റോഡ് മറികടക്കുക എന്ന ആശയം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്ന് അയാൾ ആത്മാർത്ഥമായി കരുതുന്നുണ്ട്. പക്ഷേ നടക്കുന്നില്ല. കാര്യങ്ങളൊക്കെ നേരെയാകുന്നതിന് വേണ്ടി അയാൾ ഒരു ഭ്രാന്താശുപത്രിയിൽ അടച്ച മുറിയിൽ കഴിയുന്നു. പക്ഷേ അയാൾ പുറത്തിറങ്ങുന്ന ദിവസം ചീറി വരുന്ന ഒരു ഫയർ എഞ്ചിന്റെ മുമ്പിൽ അയാൾ പെടുന്നു. ഈ അപകടത്തിൽ വെച്ച് അയാളുടെ മുതുകല്ലൊടിയുന്നു. ഇങ്ങനെയുള്ള ഒരാൾ തനി വട്ടനാണെന്ന് നിങ്ങൾ കരുതിയേക്കാം. ഞങ്ങൾ മുകളിൽ കാണിച്ച ഉദാഹരണം വേണ്ടതിലധികം പോയെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ശരിക്കും അങ്ങനെയാണോ? പക്ഷേ ഇത്തരം ആളുകളുമായി അടുത്തിടപഴകിയിട്ടുള്ള ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞ റോഡ് മുറിച്ച് കിടക്കുന്നവനെ പോലെയാണ് ഒരമിത മദ്യപാന രോഗിയും സ്ഥിതി എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരും. നേരത്തെ കാണിച്ച ഉദാഹരണം അമിത മദ്യപാന രോഗികളായ ഞങ്ങൾക്ക് അത്രമേൽ അനുയോജ്യമാണ്. മറ്റെന്തൊക്കെ ബുദ്ധിപരമായ ഔന്നത്യമുണ്ടെങ്കിലും ശരി, മദ്യവുമായി ഇടപഴകുമ്പോൾ ഒരമിത മദ്യപാന രോഗി ഭ്രാന്തനെ പോലെയാണ്. ഇതിത്തിരി കടുത്ത ഭാഷയാണെന്നറിയാം, പക്ഷേ അതല്ലേ സത്യം. നിങ്ങളിൽ ചിലർ കരുതിയേക്കാം, ശരി, നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാണ്, പക്ഷേ അവ പൂർണ്ണമായും ഞങ്ങളുടെ കാര്യത്തിൽ യോജിക്കുന്നവയല്ല.
നേരത്തെ പറഞ്ഞതുപോലുള്ള ചില ലക്ഷണങ്ങളൊക്കെ ഞങ്ങളിലുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങളൊക്കെ ചെന്നെത്തിപ്പെട്ടിട്ടുള്ള അങ്ങേയറ്റത്തെ സ്ഥിതിയിലൊന്നും ഞങ്ങൾ എത്തിയിട്ടില്ല, ഇനിയൊട്ട് എത്താനും പോകുന്നില്ല. കാരണം അങ്ങനെയൊന്നും ഇനി ജീവിതത്തിൽ സംഭവിച്ചുകൂടെന്ന് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. കുടിമൂലം ജീവിതത്തിലുള്ളതെല്ലാം തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, അതിനൊട്ട് ആഗ്രഹവുമില്ല. നിങ്ങൾ നൽകിയ വിവരങ്ങൾക്ക് നന്ദി. ഓക്കെ. ഇപ്പോ കുറെ കാലം ജയവാക്കർ നന്നായിട്ടൊക്കെ പെരുമാറുന്നുണ്ട്. അദ്ദേഹത്തിന് കുറെ കാലത്തേക്ക് അപകടമൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ചില്ലറ പരിക്കുകൾ ഉണ്ടാക്കിയത് കൊണ്ടുണ്ടായ ഒരു പിൻവലിയിലാണത്. പക്ഷേ മദ്യം നമുക്കുണ്ടാക്കിയത് അതുപോലെ തന്നെ. കുറച്ച് കാലമൊക്കെ നമ്മൾ മാറി നിൽക്കാറുണ്ട്. 1 മാസം, 2 മാസം, 6 മാസം, 1 വർഷമൊക്കെ. പക്ഷെ നമ്മൾ ജയവാക്കറെ പോലെയായി. നമ്മള് ചില സമയങ്ങളിൽ ഭാഗ്യം നമ്മൾ തുണയ്ക്കാതെ വീണ്ടും നമ്മൾ കുടിക്കാൻ പോയി. അപ്പൊ അനന്തരഫലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് മദ്യപാനം നിർത്തും. ഒരു ചെറിയൊരു ഗ്യാപ്പ് നമ്മളെടുക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവസാനം നമുക്കുണ്ടായ അനന്തരഫലം, അല്ലെങ്കിൽ അപമാനം, അല്ലെങ്കിൽ അപകടം, ലൈസൻസ് നഷ്ടപ്പെടൽ, ഭാര്യ പിരിഞ്ഞു പോകൽ, കാലൊടിയൽ, അതൊക്കെ നമ്മൾ മറന്നുപോകും. തലയോട്ടി പൊട്ടൽ, ഇതൊക്കെ നമ്മൾ മറന്നുപോകും. ഇപ്പൊ ഈ ജയവാക്കർ അങ്ങനെയാണ്. അവന്റെ കാലൊടിഞ്ഞു, കൈ ഒടിഞ്ഞു, തലയോട്ടി തകർന്നു, മുതുകല്ല് തകർന്നു, എന്നിട്ടും അവൻ വീണ്ടും കുടി തുടർന്നു. അപ്പോ ഈ ജയവാക്കർ നിർത്തിക്കൊണ്ട് ബുക്ക് നമുക്ക് തരുന്ന ഒരു കാഴ്ചപ്പാടാണ്. നമ്മൾ എന്തുകൊണ്ടാണ് വീണ്ടും കുടിക്കുന്നത്? അതായത് നമുക്ക് ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ബിഹേവിയർ എന്തുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ, ഈ സ്വഭാവം നമുക്ക് എന്തുകൊണ്ടാണ് വരുന്നത്? ജയവാക്കറെ പോലെ നമ്മൾ എന്തുകൊണ്ടാണ് വർഷങ്ങളും മാസങ്ങളുമായിട്ട് കുടി തുടരുന്നത്? ജോലി നഷ്ടപ്പെടുകയും കുടുംബം നഷ്ടപ്പെടുകയും ചെയ്തിട്ട് പോലും നമ്മൾ കുടി നിർത്താൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ കുടിയുടെ അനന്തരഫലങ്ങളെല്ലാം അനുഭവിച്ചിട്ടും നമുക്ക് കുടി നിർത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇതാണ് ജയവാക്കറുടെ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റിഹാബിൽ പൂട്ടിയിടപ്പെട്ടിട്ട് പോലും വീണ്ടും തിരിച്ചു വന്നിട്ട് നമ്മൾ എന്താണ് കുടിക്കാൻ പോയത്? അപ്പോ ഒരു ആൽക്കഹോളിക്കിന്റെ ജീവിതമായിട്ട് ജേക്കബ് വാക്കറിന്റെ ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാം, കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് അടിസ്ഥാനപരമായിട്ടുള്ള കുറെ അറിവുകൾ, അല്ലെങ്കിൽ സെറ്റ് നോളജിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കുടി നിർത്താൻ ശ്രമിച്ചത്. അപ്പോൾ ബിഗ് ബുക്ക് നമ്മളോട് പറയുന്നത്, ഇങ്ങനെയുള്ള കുറെ അറിവുകളുടെ ഫലത്തിൽ മാത്രം നമുക്ക് കുടി നിർത്താൻ സാധിക്കുകയില്ല. നമ്മുടെ വിൽ പവർ കൊണ്ട് നമുക്ക് കുടി നിർത്താൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും മനുഷ്യ ശക്തിയുടെ സഹായത്താൽ നമുക്ക് കുടി നിർത്താൻ സാധിക്കില്ല. കാരണം എപ്പോഴാണോ നമ്മൾ ആദ്യത്തെ കുടി കുടിച്ചാൽ നമ്മൾ വീണ്ടും കുടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കാലങ്ങളോളം ഈ പെരുമാറ്റം തുടരുന്നു എന്ന് പറയുന്നതും, മറ്റൊരു പണിക്ക് കൊള്ളാത്തവനാണെന്ന് പറയുന്നു. അതിനുശേഷം ഞങ്ങൾ മുറിച്ചു കടന്ന് വേണ്ടതിൽ പരിഹാര സമയത്ത് തോന്നിയേക്കാം. റോഡ് മുറിച്ചു കടന്നവനെ പോലെ ഒരു അമിത മദ്യപാന ഒരു സ്ഥിതി ഇത് തുറന്നു സമ്മതിക്കേണ്ടി വരും. അപ്പൊ അവനെ പോലെ തന്നെയാണ് നമ്മുടെ സ്വഭാവവും. അപ്പൊ മദ്യപാന രോഗി ഭ്രാന്തനെ പോലെയാണ്. നമുക്ക് പലപ്പോഴും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഭ്രാന്തനായിരുന്നു എന്ന് സമ്മതിക്കുന്നതിൽ മടി കാണിക്കുന്നില്ല. കാരണം എത്രമാത്രം കുടിയാണ് നമ്മൾ കുടിച്ചത്, അത്രമാത്രം അപമാനിക്കുകയും ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാൻ കുടിച്ചു. ഡോക്ടർ എന്നോട് കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ 4 വർഷം കുടി നിർത്തിയതിനു ശേഷം ഈ ജയവാക്കറെ പോലെ വീണ്ടും ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ നോക്കി. വണ്ടി ഇടിക്കുകയും പല ശാരീരിക പ്രശ്നങ്ങളുണ്ടായും കുടുംബ പ്രശ്നങ്ങളുണ്ടാവുകയും ഒക്കെ ചെയ്തു. ഇവിടെ അടുത്തത് പറയുന്നത്, ശരി നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാണ്, പക്ഷെ അവ പൂർണ്ണമായും ഞങ്ങളുടെ കാര്യത്തിൽ യോജിക്കുന്നവയല്ല. ഇപ്പൊ എല്ലാവർക്കും ഇത് സംഭവിക്കണമെന്നില്ല. ചില ലക്ഷണങ്ങളൊക്കെ ഇതിനകത്ത് എല്ലാവർക്കും സംഭവിക്കാം. പക്ഷെ എല്ലാവർക്കും ഈ ബുക്ക് പറയുന്ന പോലെ എല്ലാം സംഭവിക്കുന്നില്ല. എനിക്ക് പറ്റിയ പോലെ മറ്റൊരാൾക്ക് എല്ലാം പറയുന്നില്ല. കാരണം അങ്ങനെയൊന്നും ഇനി ജീവിതത്തിൽ സംഭവിച്ചുകൂടുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെളിച്ചത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. കുടി മൂലം ജീവിതത്തിലുള്ളതെല്ലാം തന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ടില്ല. അതിനോട് ആഗ്രഹമില്ല. നിങ്ങൾ നൽകിയ വിവരങ്ങൾക്കകത്ത് അപ്പം എല്ലാവർക്കും ഇപ്പൊ ഈ കുടി മൂലം ജീവിതം നഷ്ടപ്പെടുവോ, ഭാര്യ പിരിഞ്ഞു പോവോ, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ആൽക്കഹോളിക് അനോണിമസിന്റെ ഉള്ളിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ റോക്ക് ബോട്ടം എവിടെയാണെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ജയവാക്കർക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലാതെ നമ്മൾ ഇപ്പൊ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ നൽകിയ വിവരങ്ങൾക്ക് നന്ദി, ബൈ എന്ന് പറഞ്ഞ് പോവുകയല്ല ചെയ്യേണ്ടത്. ഈ വിവരങ്ങൾ മനസ്സിലാക്കി, ഇന്ന് എന്റെ ഭാര്യ എന്റെ കൂടെയുണ്ട്, നാളെ പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് എന്റെ വീട് എന്റെ കൂടെയുണ്ട്, ചിലപ്പോൾ അത് പോകാൻ സാധ്യതയുണ്ട്. മക്കൾ കൂടെയുണ്ട്, പോകാൻ സാധ്യതയുണ്ട്. കാരണം അമിത മദ്യപാനാസക്തി എന്ന് പറയുന്നത് ഒരു വളരുന്ന രോഗമാണ്. അപ്പോൾ
മദ്യം സിസ്റ്റത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, മദ്യം ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ക്രേവിംഗ് ആണ് പിന്നെ കൺട്രോൾ ഏറ്റെടുക്കുന്നത്, അല്ലെ? ആർത്തിയാണ് കൺട്രോൾ ഏറ്റെടുക്കുക, മദ്യമാണ് കൺട്രോൾ ഏറ്റെടുക്കുക. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ഒരു ഉദാഹരണത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകാം. ഫ്രെഡിന്റെ ഒരു ഉദാഹരണം അത് വായിക്കാവാ? അമിത മദ്യപാന രോഗികളല്ലാത്ത ചിലരുടെ കാര്യത്തിൽ ഇത് സത്യമായേക്കാം. വളരെ ബുദ്ധിശൂന്യമായി അളവില്ലാത്ത തോതിൽ കഴിക്കുന്നവരാണ് അവർ. ഇപ്പോഴെങ്കിലും അവർക്ക് നിർത്താനും നിയന്ത്രിതമായ തോതിൽ കഴിക്കാനും കഴിഞ്ഞു എന്ന് വരാം. കാരണം അവരുടെ തലച്ചോറുകളും ശരീരങ്ങളും ഞങ്ങളുടേതുപോലെ കേടുപറ്റിയിട്ടുള്ളതല്ല. സ്വന്തം അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു തികഞ്ഞ അമിത മദ്യപാന രോഗിക്ക് മദ്യം നിർത്തുവാൻ ഒരിക്കലും കഴിഞ്ഞിരുന്നേയില്ല. ഇക്കാര്യത്തിന് ഒരു അപവാദം ഇല്ലെന്ന് തന്നെ പറയാം. ഞങ്ങൾ വീണ്ടും ശക്തിയായും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. കടുത്ത അനുഭവങ്ങളിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളുടെ അമിത മദ്യപാന രോഗികളായ വായനക്കാരിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലേക്ക് കടക്കാം. ഒരു പ്രശസ്തമായ ഒരു സെക്കൻഡ്. അതായത് ഈ ബുദ്ധിശൂന്യമായ അളവില്ലാത്ത തോതിൽ കഴിക്കുന്നവരാണ് അവർ. അതായത് അമിത മദ്യപാന രോഗികളെ പറ്റിയുള്ള പലരുടെയും കാഴ്ചപ്പാടാണ് അത്. അവർക്ക് വിവരമില്ല, ബോധമില്ല, അതുകൊണ്ടാണ് അവർ. അപ്പൊ അവർക്ക് എപ്പോഴും നിർത്താനും നിയന്ത്രിക്കാനുമായ തോതിൽ കഴിക്കാനും കഴിഞ്ഞു എന്ന് വരാം. കാരണം അവരുടെ തലച്ചോറുകളും ശരീരങ്ങളും ഞങ്ങളുടേതുപോലെ കേടുപറ്റിയുള്ളത്. അപ്പൊ അമിത മദ്യപാന രോഗി അല്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ചിലപ്പോൾ എയിലേക്ക് കടന്നു വരാം. പക്ഷെ അവര് ചിന്തിക്കണെന്ന് വെച്ചാല്, ഞാൻ റിയൽ ആൽക്കഹോളിക് ആയിട്ടില്ല, എന്റെ ശരീരവും തലച്ചോറും ബ്രെയിനും ഒന്നും അങ്ങനെ പോയിട്ടില്ല എന്നാണ്. അപ്പൊ ഇത് സ്വന്തം അറിവാണ്, സെൽഫ് നോളജ് ആണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അമിത മദ്യപാന രോഗിക്ക് മദ്യം നിർത്താൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോ ശരീരവും ബ്രെയിനും ഒന്നും പോയിട്ടില്ല എന്ന് പറയുന്ന ആൾക്ക് അത് സെൽഫ് നോളജിലൂടെ നിർത്താൻ കഴിയില്ല. ഈ കാര്യത്തിന് അപവാദം ഇല്ലെന്ന് തന്നെ പറയാം. വേറൊരു അപവാദം ഇല്ല ഇതിന്. ഈ ഒരു സത്യം മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു മാർഗ്ഗം ഇല്ല, അതാണ് അവർ ഉദ്ദേശിക്കുക. അപ്പൊ ഞങ്ങൾ വീണ്ടും ശക്തിയായും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്. അതായത് നമ്മള് ബുക്കിൽ അത് പറയുന്നത് വീണ്ടും അപ്പൊ വീണ്ടും ശക്തമായിട്ട് പറയാനുള്ള കടുത്ത അനുഭവങ്ങളിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അനുഭവങ്ങളിലൂടെയാണ് ഇത് എഴുതുന്നത്. ഞങ്ങളുടെ അമിത മദ്യപാന രോഗികളെ വായനക്കാരിലേക്ക് സന്ദേശിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലേക്ക് കടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഫ്രെഡിന്റെ ഉദാഹരണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വായിച്ചോളൂ രാമൽ, പ്ലീസ്. ഒരു പ്രശസ്തമായ അക്കൗണ്ടിംഗ് സ്ഥാപനത്തിലെ പാർട്ട്ണറാണ് ഫ്രെഡ്. അയാൾക്ക് നല്ല വരുമാനമുണ്ട്, പക്ഷേ വളരെ നല്ല ഒരു വീടുമുണ്ട്. അയാളുടെ വിവാഹ ജീവിതം സന്തുഷ്ടമാണ്. കൂടാതെ അയാൾ ഭാവിയിലെ വാഗ്ദാനങ്ങളായ കോളേജ് തലത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനുമാണ്. വളരെ ആകർഷണീയമായ ഒരു വ്യക്തിത്വമാണ് അയാളുടേത്. അതുകൊണ്ട് തന്നെ അയാൾ മറ്റുള്ളവരുമായി വളരെ എളുപ്പത്തിൽ ചങ്ങാത്തത്തിലാവുന്നു. എവിടെയെങ്കിലും ഒരു വിജയശ്രീലാളിതനായ ഒരു ബിസിനസ്സുകാരനുണ്ടെങ്കിൽ അത് ഫ്രെഡ് അല്ലാതെ മറ്റാരുമല്ല. വളരെ സന്തുലിതമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ. എന്നിട്ടും അയാൾ ഒരു അമിത മദ്യപാന രോഗിയാണ്. ഞങ്ങൾ ആദ്യമായി ഫ്രെഡിനെ കാണുന്നത് ഒരു വർഷം മുമ്പ് ഒരു ആശുപത്രിയിലാണ്. അവിടെ അയാൾ കഠിനമായ ഞരമ്പ് രോഗം ഭേദപ്പെടുത്തുവാൻ വേണ്ടി എത്തിയതായിരുന്നു. ഇത്തരത്തിലുള്ള അയാളുടെ ആദ്യത്തെ അനുഭവമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അയാൾ വലിയൊരു ലജ്ജാലുവുമായിരുന്നു. ഒരു അമിത മദ്യപാന രോഗിയാണ് എന്ന് സമ്മതിക്കുന്നതിന് പകരം അയാൾ ഞങ്ങളോട് പറഞ്ഞത് തൻ്റെ ഞരമ്പുകൾക്ക് വിശ്രമം പകരാനാണ് ഞാനിവിടെ എത്തിയതെന്നാണ്. അയാൾ കരുതുന്നതിനേക്കാൾ വളരെ വഷളായ സ്ഥിതിയാണ് അയാളുടേതെന്ന് ഡോക്ടർ അയാളെ അറിയിച്ചു. കുറെ നാളേക്ക് അയാൾ തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് വിഷാദമൂകനായിരുന്നു. കുടി പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ അവസാനം അയാൾ തീരുമാനിച്ചു. താൻ എത്രമേൽ നല്ല സ്വഭാവമുള്ളവനാണെങ്കിലും എത്ര ഉറച്ച നിലപാടുള്ളവനാണെങ്കിലും തനിക്കൊരിക്കലും അതിന് കഴിഞ്ഞേക്കില്ല എന്ന ചിന്തയെ അയാൾക്കുണ്ടായിരുന്നില്ല. ഫ്രെഡ് ഒരിക്കലും താനൊരു അമിത മദ്യപാന രോഗിയാണെന്ന് വിശ്വസിക്കാൻ തയ്യാറല്ല. അതിലുപരി തൻ്റെ പ്രശ്നത്തിന് ആത്മീയമായ ഒരു പരിഹാരമുണ്ടെന്ന കാര്യം അംഗീകരിക്കാനേ അയാൾ ഒരുങ്ങിയില്ല. അമിത മദ്യപാന രോഗത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ അയാളോട് പറഞ്ഞു. അയാൾ അതിൽ താല്പര്യം കാണിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെതായ ചില ലക്ഷണങ്ങൾ തനിക്കുള്ളതായി അയാൾ തുറന്നു സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ തനിക്ക് ആ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന കാര്യം അംഗീകരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഈ നാണം കെടുത്തുന്ന അനുഭവം, താൻ ആർജിച്ച അറിവും തൻ്റെ വരുംകാല ജീവിതത്തിൽ തന്നെ മദ്യമില്ലാത്ത അവസ്ഥയിൽ നിലനിർത്തും എന്ന കാര്യത്തിൽ അയാൾ ഉറച്ച മനസ്സുള്ളവനായിരുന്നു.
സ്വയം നേടിയ അറിവ് അയാളെ ഉറപ്പുള്ളവനാക്കി. ഫ്രെഡ് ഫ്രെഡ് എന്ന് പറയുന്നത് ഹാരി ബി എന്ന് പറയുന്ന ന്യൂയോർക്കിലെ ജൂൺ 1938 സോബറായ ഒരാളാണ്. അദ്ദേഹത്തിന്റെ കഥ എ ഡിഫറെന്റ് സ്ലന്റ് എന്ന പേരില് ബിഗ് ബുക്കിലുണ്ട്. ഇതൊരു അവസാനത്തെ ഉദാഹരണമായിട്ടാണ് ബിൽ ഡബ്ല്യു മോർ അബൌട്ട് ആൽക്കഹോളിസം, മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് പറയുന്നത്. അതായത് ഒരു മനുഷ്യ ശക്തി, അതായത് സ്വന്തം ശക്തി കൊണ്ട് ആദ്യത്തെ കുടിയിൽ നിന്ന് പ്രതിരോധം തീർക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളെ ആയിട്ടാണ് ഫ്രെഡിനെ അവതരിപ്പിക്കുക. അപ്പോ അയാൾക്ക് പുറലോകം വെച്ച് നോക്കും, പുറലോകത്തെ ആളുകൾ വെച്ച് നോക്കുമ്പോൾ അയാൾ സ്റ്റേബിൾ ആണ്, ഒരു ബാലൻസ്ഡ് ആയ വ്യക്തിയാണ്. പക്ഷെ അയാൾക്ക് തന്നെയാണ് അയാൾ ഒരു ആൽക്കഹോളിക് ആണെന്ന്. അതായത് അയാൾക്കൊരു ആത്മീയ രോഗം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു വ്യാധി ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറയാം. പക്ഷെ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു രോഗം ഉള്ളതായിട്ട് കാണുന്നില്ല. അപ്പൊ ഈ ഇംഗ്ലീഷ് ബുക്ക് ഹി ഹാഡ് ഗോൺ ടു റിക്കവർ ഫ്രം എ ബാഡ് കോസ് ഓഫ് ജിറ്റേഴ്സ്. അതായത് ജിറ്റേഴ്സ് എന്ന് വെച്ചാൽ ഭയചകിതനായ പരിഭ്രമം കാട്ടുന്ന ഒരാളായിരുന്നു. അപ്പൊ ഈ ആൽക്കഹോളിക് ആണെന്ന് സമ്മതിക്കുന്നതിന് പോലും പലപ്പോഴും കുടിച്ചിരുന്നിരുന്നു. ഈ ഫസ്റ്റ് സോ ഫ്രെഡ് അബൌട്ട് എ ഇയർ എഗോ ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ വെച്ചിട്ട്, ആശുപത്രിയിൽ വെച്ചിട്ടാണ് ആൽക്കഹോളിസം നമ്മുടെ ഡ്രങ്ക് സ്ക്വാഡ് അവരെ കാണുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനുമാണ്. വളരെ ആകർഷണീയ വ്യക്തിത്വമാണ് അയാളുടേത്. അതുകൊണ്ട് തന്നെ അയാൾ മറ്റുള്ളവർ വളരെ എളുപ്പത്തിൽ ചങ്ങാത്തലാവുന്നു. എവിടെയെങ്കിലും ഒരു വിജയശാല ബിസിനസ്, അപ്പൊ ബിസിനസ് ഒക്കെ അദ്ദേഹത്തിന് നല്ലതാണ്. എന്നാൽ അമിത മദ്യപാന രോഗിയാണെന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട്. അവിടെ ആശുപത്രിയിൽ കാണുമ്പോൾ ഞരമ്പ് രോഗം ഭേദപ്പെടുത്താൻ വേണ്ടി എത്തിയതായിരുന്നു. അതായത് അദ്ദേഹം മദ്യാസക്തരായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ട്, ഒരു ഭയമുണ്ട്, പെട്ടെന്ന് ഒരു പരിഭ്രമം കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ അഡ്മിറ്റ് ആയെന്നൊക്കെയാണ്. അപ്പോൾ തന്റെ ഞരമ്പുകൾക്കും വിശ്രമം പകരാൻ താൻ അവിടെ എത്തിയെന്നാണ്. അപ്പം യാഥാർത്ഥ്യത്തിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നതാണ്, എനിക്ക് പ്രശ്നമുള്ളത് എന്റെ ഞരമ്പിനാണ്, നെർവസിന് പ്രശ്നമാണ്, അതുകൊണ്ടാണ്. അയാൾക്കാർക്ക് വളരെ വഷളായ സ്ഥിതിയാണ് അയാൾ ഡോക്ടർ അയാളെ അറിയിച്ചു. അപ്പൊ ഡോക്ടർ അവിടെ വന്നപ്പോൾ പറഞ്ഞു, നിന്റെ സ്ഥിതി വളരെ മോശമാണ്. കുറെ നാളത്തേക്ക് അയാൾ തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് വിഷാദമുഖനായി. കുടി പൂർണ്ണമായി ഉപേക്ഷിക്കാൻ അവസാനം അയാൾ തീരുമാനിച്ചു. ഞാൻ ഇത്രമേൽ നല്ല സ്വഭാവമുള്ള ഉറച്ച നിലപാടുകളും കഴിഞ്ഞേക്കില്ല എന്ന ചിന്തയെ അയാൾക്കുണ്ടായിരുന്നില്ല. അതായത് സെൽഫ് നോളജ്, സ്വന്തമായിട്ടുള്ള ഒരു അറിവില് അദ്ദേഹം ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും, മദ്യാസക്തി ഫിക്സ് ചെയ്യാൻ പറ്റും. എനിക്കുണ്ടായ നാണക്കേട്, അപമാനം, അവഹേളനം ഇതൊക്കെ ഞാൻ ഓർക്കും. അതുപോലെ തന്നെ ഈ അയക്കാരൊക്കെ പറഞ്ഞ പല കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അവൻ സ്വീകരിക്കും. അപ്പൊ ഇവിടെ മെന്റൽ പവർ, അതായത് വിൽ പവർ, ഇച്ഛാശക്തി, അത് അവനെ സുരക്ഷിതാക്കുന്നതാണ് അവൻ വിചാരിച്ചിരുന്നത്. ഇത്തരം ഒരു മാനസിക ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് അവൻ അടുത്ത ഇതിലേക്ക് പോകുന്നത്. ആത്മീയമായ ഒരു പരിഹരണ കാര്യം എനിക്ക് അയാൾക്കറിയില്ല. അമിത മദ്യപാനത്തെ കുറിച്ച് അയാൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ അയാളോട് പറഞ്ഞു. അപ്പൊ സ്റ്റെപ്പ് 1 അവിടെ പറഞ്ഞിട്ടുണ്ട്, മദ്യാസക്തിയെ പറ്റി പറയുന്നുണ്ട്. അയാൾ അതിൽ താല്പര്യം കാണിച്ചു എന്ന് മാത്രമല്ല, അതിനെ ചില ലക്ഷണങ്ങൾ തനിക്കുള്ളത് അയാൾ സമ്മതിക്കും. സ്റ്റെപ്പ് 1 അദ്ദേഹം സമ്മതിച്ചു. പക്ഷെ തനിക്ക് ആ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന കാര്യം അംഗീകരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഈ നാണം കിടന്ന അനുഭവം താൻ ആർജിച്ചടങ്ങും തന്റെ വരും കാല ജീവിതത്തിൽ തന്നെ മദ്യമില്ലാത്ത അവസ്ഥ നിലനിർത്തുമെന്ന കാര്യത്തിൽ അയാൾ ഉറച്ച മനസ്സ്, സ്വയം നേടിയ അറിവ് അയാളെ ഉറപ്പുള്ളവനാക്കി. അപ്പൊ ഒരു അതായത് മദ്യാസക്തിയിൽ നിന്ന് എനിക്ക് മാറാനായിട്ട് എന്റെ വിൽ പവർ ഉപയോഗിക്കാം എന്നുള്ള ഒരു ആശയത്തിലാണ് അത് മുന്നോട്ട് പോയത്. അപ്പം അടുത്തത് പറയുന്നത്, ഈ ഒരു മാനസിക ഫ്രെയിം വെച്ചിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. അപ്പൊ കുറെ കാലത്തേക്ക് നമ്മൾ ഫ്രെഡിനെ കുറിച്ച് ഒന്നും കേട്ടില്ല. അപ്പൊ ഫ്രെഡിനെ പറ്റി നമ്മൾ എവിടെയാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും എയുടെ റൂമിൽ വന്നതിന് ശേഷം തിരിച്ചു പോകുന്ന പലരും പിന്നീട് കാണുന്നില്ല. അപ്പൊ അവരെല്ലാം ഈ ഫ്രെയിം വെച്ചിട്ടായിരിക്കും പുറത്തേക്ക് പോവുക, ഈ മെന്റൽ ഫ്രെയിം. അതായത് എന്റെ മനസ്സിൽ എനിക്ക് കേട്ടിട്ടുള്ള അറിവ് വെച്ചിട്ട് ഞാൻ കൂടി നടത്താൻ കഴിയും. പിന്നീട് അയാൾ വീണ്ടും ആശുപത്രിയിൽ ഒരു ദിവസം ഞങ്ങൾ അറിഞ്ഞു, ഇത്തവണ അയാൾ ആകെ പരവശനായിരുന്നു. അപ്പൊ രണ്ടാമതും വീണ്ടും നമ്മുടെ ആൽക്കഹോളിക് ആയിട്ടുള്ള അംഗങ്ങൾ പോയി കാണണം. വളരെ വൈകാതെ ഞങ്ങളെ കാണാൻ അവൻ ഉൾക്കൊണ്ടുണ്ടെന്ന് അയാൾ സൂചിപ്പിച്ചു. അയാൾ പറഞ്ഞ കഥ ഒരു ഗുണപാഠമാണ്, ഒരു ഗുണപാഠം. കൂടി പൂർണ്ണമായി നിർത്തേണ്ടതുണ്ടെന്ന് ശരിക്കും ബോധ്യപ്പെട്ട ഒരാളായി അയാൾ മാറിയിട്ടുണ്ടായിരുന്നു. കൂടി തുടരണോ എന്ന കാര്യത്തെക്കുറിച്ച് അയാൾക്കൊരു ന്യായീകരണവുമില്ലായിരുന്നു. മറ്റെല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഉൾക്കാഴ്ചയും തീരുമാനമെടുക്കുന്നത് കഴിവുണ്ടായിരുന്നിട്ട് പോലും മദ്യത്തിന്റെ കാര്യത്തിൽ തറ പറ്റിയതായിട്ട് അയാൾ സമ്മതിച്ചു. അപ്പോൾ
അദ്ദേഹം ഈ തവണ ആശുപത്രി പ്രവേശിപ്പിക്കപ്പെട്ടപ്പോ എനിക്ക് ഫസ്റ്റ് ഡ്രിങ്കിൽ നിന്ന് മാറി നിൽക്കണമെന്നോ അല്ലെങ്കിൽ കൂടി തുടരാൻ സാധിക്കില്ല എന്നും പറ്റി തറ പറ്റി തന്റെ ഡിനയിലെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം വന്നതായിട്ടാണ് അവിടെ വിരിക്കുക. അടുത്ത് വായിക്കാവോ? അയാൾ തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കൂ അവിടെ മുതൽ. അയാൾ തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങൾ അമിത മദ്യാസക്തിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ ആകർഷനായി. എനിക്കിനി ഒരിക്കലും കുടിക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. ആദ്യത്തെ കുടിക്ക് ശേഷമുണ്ടാകുന്ന ഭ്രാന്തമായ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ മദ്യത്തെക്കുറിച്ച് വളരെയേറെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള എനിക്ക് അങ്ങനെയാണെന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് പരിപൂർണ ബോധ്യമായിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ പലരെയും പോലെ അത്രയേറെ വലിയ നിലയിലുള്ള കുടിയനല്ല ഞാനെന്നും ഞാൻ എൻ്റെ മറ്റു പ്രശ്നങ്ങളിൽ മുഴുകി കുടിക്കാതിരിക്കുമെന്നും ഞാൻ യുക്തിയുക്തമായി കരുതി. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരാജയപ്പെട്ടിടത്ത് ഞാൻ വിജയിക്കുമെന്ന് ദൃഢമായി വിശ്വസിച്ചു. ആത്മവിശ്വാസമുള്ളവനായി ഇരിക്കാൻ ധാരാളം കാരണങ്ങൾ ഉള്ളതായി എനിക്ക് തോന്നി. മദ്യം കഴിക്കാതിരിക്കുന്നതിന് എൻ്റെ മനഃശക്തി ഉപയോഗിക്കുകയും മദ്യത്തിനെതിരെ ജാഗ്രത പുലർത്തുകയും ചെയ്താൽ മതിയെന്നായിരുന്നു എൻ്റെ ധാരണ. ഈ മാനസികാവസ്ഥയോടുകൂടി ഞാൻ എൻ്റെ ബിസിനസ് കാര്യങ്ങളിൽ മുഴുകി. കുറെ നാളേക്കെല്ലാം ഭംഗിയായി നടന്നു. ഉപചാരവേളകളിൽ മദ്യം വേണ്ടെന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. ഒരു നിസാര കാര്യത്തിന് വേണ്ടി ഞാൻ വേണ്ടതിലേറെ ക്ലേശിച്ചതല്ലേ എന്ന തോന്നലും എനിക്കുണ്ടായി. ഒരു ദിവസം അക്കൗണ്ടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനുമായി ചർച്ച ചെയ്യുന്നതിനായി ഞാൻ വാഷിംഗ്ടണിലേക്ക് പോയി. ഈ കുടിക്കാത്ത അവസ്ഥയിലായിരുന്ന കുറച്ച് നാളുകൾക്ക് മുമ്പും ഞാൻ പുറം നാടുകളിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ വലിയ പുതുമയൊന്നും തോന്നിയില്ല. ശാരീരികമായി നല്ല ഉന്മേഷവാനായിരിക്കുന്നതായി എനിക്ക് തോന്നി. പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമോ ദുഃഖങ്ങളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ നടന്നിരുന്നു. ഞാൻ വളരെ സന്തുഷ്ടനായിരുന്നു. എൻ്റെ പാർട്ട്ണർമാരും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരു പരിപൂർണ ദിവസം അവസാനിക്കുകയായിരുന്നു. അന്തരീക്ഷത്തിൽ കാർമേഘപടലങ്ങളൊന്നുമില്ലായിരുന്നു. ഓക്കെ. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഈ അമിത മദ്യപാസത്തിനെ കുറിച്ച് ഡ്രങ്ക് സ്ക്വാഡ് ആയിട്ടുള്ള നമ്മുടെ ആളുകൾ പറഞ്ഞു കൊടുത്തതെല്ലാം അദ്ദേഹത്തിന് മനസ്സിലായി. അയാളെ കാണാൻ പോയ ആൾക്കാരും മനസ്സിലായി. ആദ്യത്തെ കുടിക്ക് ശേഷം ഉണ്ടായ ഭ്രാന്തമായ അവസ്ഥയെ പറ്റി അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും ചെയ്തു അത്. അങ്ങനെ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ വലിയ നിലയിലുള്ള കുടിയനല്ല, ഈ ഡ്രങ്ക് സ്ക്വാഡിനെ പോലെ വലിയ നിലയിലുള്ള കുടിയനല്ല എന്നുള്ളൊരു ബോധ്യം എന്നും ഞാൻ എൻ്റെ മറ്റു പ്രശ്നങ്ങൾ മുഴുകി കുടിക്കാതിരിക്കുമെന്നും ഞാൻ യുക്തിയുക്തമായി കരുതി. അതായത് ജോലിക്ക് പോകും, പൂർണ്ണമായിട്ട് ജോലി എടുക്കുന്നു, എപ്പോഴും ഷിഫ്റ്റ് എടുക്കുന്നു, നൈറ്റ് ഷിഫ്റ്റിന് പോകുന്നു. എൻ്റെ അടുത്തൊരു മെമ്പർ വന്നിട്ട് അവൻ നൂൺ ഷോയ്ക്ക് പോകും, മാറ്റിനിക്ക് പോകും, ഫസ്റ്റ് ഷോയ്ക്ക് പോകും, സെക്കൻഡ് ഷോയ്ക്ക് പോകും. എന്നിട്ട് വീടിന്റെ പുറകിലുള്ള പറമ്പിൽ കൂടെ വീട്ടിൽ വന്ന് കയറും. ഇങ്ങനെയുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുന്ന അനേകം പേരുണ്ട്. അപ്പൊ ഇതെല്ലാം സെൽഫ് നോളജ് ആണ്. അപ്പൊ ഇതിനകത്ത് സ്വയം അറിവെന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ആത്മവിശ്വാസമുള്ള, അങ്ങനെ ധാരാളം കാരണങ്ങൾ അവന് ഈ ആത്മവിശ്വാസം വരാനുണ്ട്. മദ്യം കഴിക്കാതിരിക്കുന്നത് എന്റെ മനഃശക്തി ഉപയോഗിക്കും, മദ്യത്തിനെതിരെ ജാഗ്രത പ്രതിജ്ഞ ചെയ്താൽ മതി എന്നായിരുന്നു എന്റെ ധാരണ. ഒരു ജാഗ്രത പുലർത്തിയാൽ മതി, അല്ലെങ്കിൽ എന്റെ മനഃശക്തി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് നിർത്താൻ കഴിയും. അവിടെയും ഒരു ആത്മീയ പരിഹാരം സ്വീകരിക്കാനല്ല അവൻ ശ്രമിച്ചത്. സെൽഫ് നോളജിലൂടെ ഇത് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് നാണക്കേട്, അപമാനം, അവഹേളനം ഉണ്ടായ പല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ ഫിക്സ് ചെയ്യുക. ആ മാനസിക ഫ്രെയിമിലാണ് അവൻ ഇരിക്കുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പക്ഷെ ആൽക്കഹോളിക്കിലെ അംഗങ്ങൾ പറഞ്ഞു അവനോട് ഒരു സ്പ്രീ എന്നാണ്, അതായത് മദ്യം കഴിച്ചു കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു ഉല്ലസിക്കല്, ആഹ്ലാദം, ഇതൊക്കെ എപ്പോഴും കടന്നു വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നത് അവൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ബിസിനസ് കാര്യങ്ങളിൽ മുഴുകി കുറെ നാളെങ്കിലും ഭംഗിയായി നടന്നു. ഉപചാരവേളകളിൽ വേണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. അപ്പൊ പലപ്പോഴും അവന് പല പാർട്ടിക്കൊക്കെ പോകുമ്പോഴും നോ പറയാനായിട്ടുള്ള കഴിവ് അവനുണ്ട്. ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി ഞാൻ വേണ്ടതിലധികം ക്ലേശിച്ചില്ലേ എന്ന തോന്നൽ എനിക്കുണ്ടായി. ഒരു ദിവസം അക്കൗണ്ടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യുന്നതിനായി ഞാൻ വാഷിംഗ്ടണിലേക്ക് പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ മൈൻഡ് എന്താണ്? മെന്റൽ, അത് വിൽ പവർ കൊണ്ട് എൻ്റെ
എനിക്കുണ്ടായ സെൽഫ് നോളജ് കൊണ്ട്, സ്വയം അറിവ് കൊണ്ട്, മദ്യാസക്തിയെക്കുറിച്ചും ആൽക്കഹോളിക്സ് അനോണമസിലെ അന്ന് ആൽക്കഹോളിക്സ് അനോണമസ് എന്ന് പറയാൻ, അതിനുശേഷമാണ് ആൽക്കഹോളിക്സ് എന്ന് പേര് വന്നത്. എന്നാലും ഡ്രങ്ക് സ്ക്വാഡ് എന്ന് ഞാൻ വിളിക്കുന്നത് വെച്ചാൽ മദ്യപന്മാരുടെ ഒരു കൂട്ടമാണ് ഇയാളെ കാണുമ്പോൾ. അവർ പറഞ്ഞു കൊടുത്ത കഥകളൊക്കെ വെച്ചിട്ട് എനിക്ക് കഴിയും എന്നുള്ളൊരു വിചാരം, ഒരു പ്രതിരോധം സ്വീകരിക്കാൻ കഴിയും, ഞാൻ ആ ആദ്യത്തെ കുടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള ഒരു വിചാരം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ വാഷിങ്ടണിലേക്ക് പോയി. ഈ കുടിക്കാത്ത അവസ്ഥയിൽ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ പുറം നാടുകളിൽ പോയിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് അവൻ പോയിട്ടുണ്ട്, പലപ്പോഴും പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ വലിയ പുതുമയൊന്നും തോന്നിയില്ല. അപ്പൊ വാഷിങ്ടണിലേക്കുള്ള യാത്രയും വലിയ പുതുമയൊന്നുമില്ല. പ്രയാസപ്പെടുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമോ ദുഃഖങ്ങളോ ഒന്നും ഉണ്ടായില്ല. എന്റെ ബിസിനസ് നല്ല രീതിയിൽ തുടർന്ന് ഞാൻ വളരെ സന്തോഷനാണ്. എന്റെ പാർട്ട്ണർമാർ അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ കരുതുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ട്ണർമാരും നല്ല സന്തോഷത്തിലാണ്. അപ്പൊ എവരിതിങ് ഫൈൻ അല്ലേ, വൺ ഫൈൻ ഡേ എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാം ഫൈനാണ്. ഒരു പരിപൂർണ ദിവസം അവസാനിക്കുകയായിരുന്നു. അന്തരീക്ഷങ്ങൾ കാർമേഘ പടലങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പറയില്ലേ, കാർമേഘ പടലങ്ങൾ എന്ന് വെച്ചാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്തത് വായിക്കാവോ? ഇത് വായിച്ചാണോ ഞാൻ എന്റെ ഹോട്ടൽ? ഇല്ല, ഇല്ല, വായിച്ചിട്ടില്ല. വായിക്കാം. ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക് ചെന്ന് ഡിന്നറിന് പോകാനൊരുങ്ങി. ഊണുമുറിയുടെ വിഭവസമൃദ്ധമായ ഭാഗം ഞാൻ മുറിച്ചു കിടന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ ഭക്ഷണത്തിൻ്റെ കൂടെ സ്വല്പം മദ്യവും കുടിക്കാമെന്ന ചിന്ത കടന്നു വന്നു. അത്ര തന്നെ, പിന്നെ പറയാനില്ലല്ലോ. ഞാൻ മദ്യവും ഭക്ഷണവും ഒരുമിച്ച് ഓർഡർ കൊടുത്തു. വീണ്ടും ഒരെണ്ണം കൂടി പറഞ്ഞു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നടക്കാൻ തീരുമാനിച്ചു. ഹോട്ടലിലേക്ക് ഞാൻ തിരിച്ചെത്തിയപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അല്പം വില കൂടിയ മദ്യം കഴിച്ചാലെന്ന് തോന്നി. അങ്ങനെ ഞാൻ ബാറിലേക്ക് കയറി. അന്ന് രാത്രി പിന്നീട് ഒരുപാട് കഴിച്ചതായും പിറ്റേന്ന് രാവിലെ അതിലേറെ കഴിച്ചതായും എനിക്ക് തോന്നുന്നു. എനിക്കൊരു മങ്ങിയ ഓർമ്മയുണ്ട്. ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൻ്റെ സീറ്റിൽ ഞാൻ ഇരുന്നതായും എയറോഡ്രോമിൽ എൻ്റെ ഭാര്യയ്ക്ക് പകരം ഒരു ഡ്രൈവർ കാത്തിരുന്നതായും ഉള്ള ഓർമ്മ. ഈ ഡ്രൈവർ ഒരുപാട് ദിവസം എൻ്റെ സന്തത സഹചാരിയായി കൂടെ നടന്നു. ഞാൻ ഇവിടെയൊക്കെ പോയെന്നോ എന്തൊക്കെ പറഞ്ഞെന്നോ ചെയ്തെന്നോ എനിക്കൊട്ടും അറിഞ്ഞുകൂടാ. അവസാനമാണ് ഞാൻ അസഹനീയമായ മാനസിക വ്യഥതകളോടും ശാരീരിക വേദനകളോടും കൂടി ആശുപത്രിയിലെത്തിയത്. ബാക്കിയുള്ളവ വായിക്കാവോ? ഞാൻ എൻ്റെ ചിന്തിക്കാനുള്ള കഴിവ് വീണ്ടെടുത്തപ്പോൾ വാഷിങ്ടണിൽ വെച്ച് അന്നത്തെ സായാഹ്നത്തിലുണ്ടായ കാര്യങ്ങൾ ഓർക്കാൻ ശ്രമിച്ചു. മദ്യത്തിനെതിരെ ജാഗരൂകത പുലർത്തിയില്ല എന്ന് മാത്രമല്ല, ആദ്യത്തെ കുടിക്കെതിരായി ഞാനൊരു പോരാട്ടവും നടത്തിയിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. ഇത്തവണ ഞാൻ കുടിയുടെ അനന്തരഫലങ്ങളെപ്പറ്റി ഒട്ടും തന്നെ ചിന്തിച്ചിരുന്നില്ല. ഏതാണ്ട് സ്വാദിഷ്ട ഭക്ഷണം കഴിക്കും പോലെയാണ് ഞാൻ മദ്യം കഴിക്കാൻ തുടങ്ങിയത്. എൻ്റെ മദ്യപാന രോഗികളായ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാനിപ്പോൾ കൃത്യമായി ഓർക്കുന്നു. എനിക്കൊരു മദ്യാസക്തമായ മനസ്സാണെങ്കിൽ സമയവും സന്ദർഭവും ഒത്തുവരുമ്പോൾ വീണ്ടും ഞാൻ കുടിക്കുമെന്ന് അവർ പ്രവചിച്ചിരുന്നു. ഞാൻ എന്തെങ്കിലും തടസ്സവാദം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കുടിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും നിസ്സാര കാര്യത്തിനു മുമ്പിൽ നിഷ്പ്രഭമായി പോകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അത് തന്നെയാണ് സംഭവിച്ചത്. അഥവാ അതിനേക്കാൾ കൂടുതലായിട്ടാണ് സംഭവിച്ചത്. കാരണം അമിത മദ്യാസക്തിനെ കുറിച്ച് ഞാൻ എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നതേയില്ല. ആ നിമിഷം മുതൽ ഞാൻ മനസ്സിലാക്കി, ഞാനൊരു അമിത മദ്യപാന ശക്തിയുള്ള മനസ്സിൻ്റെ ഉടമയാണെന്ന്. ഇത്തരം വിചിത്രമായ മാനസിക ഘടനയുള്ളപ്പോൾ മനഃശക്തി കൊണ്ടും മറ്റു തരത്തിലുള്ള അറിവ് കൊണ്ടും യാതൊരു പ്രയോജനവുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു പ്രശ്നം അവരെ ആശയത്ത നിലയിൽ അടിമപ്പെടുത്തി എന്ന് പറയുന്നവരുടെ വാക്കുകൾ മനസ്സിലാക്കാൻ എനിക്കൊരിക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ മനസ്സിലായി, അതൊരു വല്ലാത്ത അടി തന്നെയായിരുന്നു. ഓക്കെ, അപ്പോ നമുക്കറിയാം ഇവിടെ സ്റ്റെപ്പ് 1 എന്താണ്? ഞാൻ അഡ്മിറ്റ് ആകണം. ഞാൻ അഡ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സമ്മതിക്കണം, എനിക്ക് പൂർണ്ണമായിട്ട് മദ്യാസക്ത പ്രശ്നമുണ്ട്, ഞാനൊരു മദ്യാസക്ത രോഗിയാണ് അല്ലെങ്കിൽ മദ്യാസക്തനാണ്. പക്ഷെ ഇദ്ദേഹം എന്താണ്, അദ്ദേഹം പകുതി വഴിക്ക് എത്തിയിട്ടുണ്ട് അല്ലെ. നിങ്ങൾ പറഞ്ഞ കുറെയൊക്കെ ശരിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും പൂർണ്ണമായി സമ്മതിച്ചില്ല. അപ്പോ പഴയ ഒരു ഹ്യൂമിലിയേറ്റിംഗ് എക്സ്പീരിയൻസ്, അതായത് അപമാനകരമായിട്ടുള്ള പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട്, അനുഭവങ്ങൾ ഓർത്തുകൊണ്ടും സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് കൂടി നിർത്താൻ സാധിക്കുമെന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ വാഷിങ്ടണിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് അദ്ദേഹം പലപ്പോഴും പോയിട്ടുണ്ട്. അപ്പം ഒരുപക്ഷെ അദ്ദേഹത്തിന് RID ഫാക്ടർ, റെസ്റ്റ്ലെസ് ഇറിറ്റബിൾ ഡിസ്കണ്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പോയപ്പോൾ അങ്ങനെ ഉണ്ടാകാം. അപ്പോൾ
നമുക്കറിയാം മദ്യത്തിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് കണ്ണിങ്, ഫവളിങ്, പവർഫുൾ ആണ്. അതിശക്തനും ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നവനും സൂത്രശാലിയുമായിട്ടുള്ള മദ്യമാണ്. പിന്നെ അപ്പം വേണേലും നമ്മളിലേക്ക് നുഴഞ്ഞു കയറും. അതിനൊരു ഉദാഹരണമാണ് ഈ ഫ്രെഡിന്റെ കഥ. പ്രത്യേകിച്ച് ആം, ആ, ഹോട്ടലിലേക്ക് ചെന്നിട്ട് ഡിന്നറിന് ഓർഡർ ചെയ്യുന്നു. ആം, ഊണുമുറിയുടെ വിഭവസമൃദ്ധമായ ഭാഗം അല്ലെങ്കിൽ റെസ്റ്റോറന്റ് പാസ് ചെയ്ത് പോയപ്പോ അദ്ദേഹത്തിന് തോന്നി ഒന്ന് കുടിച്ചു നോക്കാം, അത്ര തന്നെ. പിന്നെ പറയണ്ടല്ലോ, ഞാൻ മദ്യവും ഭക്ഷണവും ഒരുമിച്ച് ഓർഡർ ചെയ്തു, ഒരെണ്ണം കൂടി പറഞ്ഞു. അപ്പൊ നമുക്ക് ആ സ്പ്രീയിലേക്ക് എത്തി. ഒരെണ്ണം രണ്ടാമത്തേലേക്ക് കൊടുത്തു, രണ്ടാമത്തത് മൂന്നാമത്തേതിന് തിരി കൊടുത്തു, മൂന്നാമത്തേത് നാലാമത്തേത് പ്രേരിപ്പിച്ചു, നാലാമത്തേത് അഞ്ചാമത്തേതിന് പ്രലോഭിപ്പിച്ചു, അഞ്ചാമത്തേത് ആറാമത്തേതിലേക്ക് പെട്ടെന്ന് അപകടകരമായ രീതിയിൽ അദ്ദേഹം എത്തി. അങ്ങനെ അപ്പൊ ആ ക്രേവിങ് ആൽക്കഹോളിക്കിന് വരുന്നുള്ളൂ ആണ്. അപ്പൊ ആ പിന്നീട് ഹോട്ടലിലേക്ക് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം പിന്നീട് ആഗ്രഹിക്കുന്ന ഒരു വില കൂടിയ മദ്യം കഴിക്കാന്നാണ്. അങ്ങനെ ഞാൻ ബാറിൽ വീണ്ടും കയറി. അങ്ങനെ ആ രാത്രി മുഴുവൻ അദ്ദേഹം കഴിച്ചാണ്. പിറ്റേന്ന് രാവിലെ അതിൽ കഴിച്ചത് തോന്നുന്നു. എനിക്കൊരു മയങ്ങിയ ഓർമ്മയുള്ളൂ. അപ്പൊ അദ്ദേഹം വാഷിംഗ്ടണിൽ ന്യൂയോർക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന വിമാനത്തിന്റെ സീറ്റിൽ ഞാനിരുന്നതായും വേറൊരു റൂമിൽ എന്റെ ഭാര്യയ്ക്ക് ഒരു ഡ്രൈവർ കാത്തിരുന്നതായും ഉള്ള ഓർമ്മ. അതായത് എയർപോർട്ടിൽ ഡ്രൈവർ, ഈ ഡ്രൈവർ അദ്ദേഹത്തിന് സന്തത സഹചാരിയായി. അപ്പൊ അവിടെ എന്നതാ ബ്ലാക്ക് ഔട്ട്സ് അല്ലെ, ബ്ലാക്ക് ഔട്ടായി അദ്ദേഹത്തിന്. ബ്ലാക്ക് ഔട്ട് ആയി എന്നുള്ളതിന്റെ ഒരു കാര്യത്തിലാണ് ഈ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. ഞാൻ എവിടേക്ക് പോയി എന്തൊക്കെ പറഞ്ഞതെന്ന് ചെയ്തു നടന്നതിലൂടെ അവസാനമാണ് ഞാൻ അസഹനമായ മാനസിക പദങ്ങളും ശാരീരിക പദങ്ങളും ആശുപത്രിയിൽ എത്തിയത്. അപ്പൊ വീണ്ടും അദ്ദേഹം ആശുപത്രിയിൽ എത്തി. അപ്പൊ ബ്ലാക്ക് ഔട്ട് ഡ്രിങ്കിങ് ആണത്. ആം, ഈ മനുഷ്യന് പിന്നീട് ഞാൻ എന്റെ ചിന്തിക്കാനുള്ള കഴിവ് കണ്ടെടുത്തപ്പോൾ പക്ഷേ അന്നത്തെ സായാഹ്നത്തിനുടെ കാര്യങ്ങൾ ഓർക്കാൻ ശ്രമിക്കുന്നുണ്ട്. മദ്യത്തിനെതിരായ ജാഗ്രത പുലർത്തിയിട്ടില്ല. അപ്പൊ മദ്യത്തിനെതിരായ ഒരു ജാഗരൂകത ഉണ്ടായിട്ടില്ല. ആദ്യത്തെ കുടിക്കെതിരായിട്ട് ഒരു പോരാട്ടം അദ്ദേഹം നടത്തിയിട്ടില്ല. അനന്തര ഫലങ്ങളെ പറ്റി ഒട്ടും ചിന്തിച്ചില്ല. സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് അദ്ദേഹം മദ്യം കഴിച്ചത്. അപ്പോ ഒരു എനിക്കൊരു മദ്യാസക്ത മനസ്സാണെങ്കിൽ, അതായത് ഒരു ആൽക്കഹോളിക് മൈൻഡ്, നമുക്കറിയാം ആൽക്കഹോളിക് മൈൻഡ് ആണ് നമുക്കുള്ളതെങ്കിൽ, അത് പെട്ടെന്ന് വന്നതല്ല, ദീർഘകാലത്തെ കുടിക്ക് ശേഷം അങ്ങനെ വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് സംഹൗ സം ഡേ എന്നൊക്കെയാണ് അല്ലെ, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വെച്ച് നമ്മൾ വീണ്ടും കുടിക്കും എന്നുള്ള ഒരു ആശയത്തിലാണ് അത് പറയാ. അപ്പൊ അമിത മദ്യപാനാസക്തിയുടെ മനസ്സിന്റെ ഉടമയാണ് ആൽക്കഹോളിക് ആയിട്ടുള്ള ആള്. അപ്പൊ വിചിത്രമായ മാനസികഘടനയുള്ള മനഃശക്തിക്കും മറ്റൊരു തരത്തിലുള്ള അറിവ് കൊണ്ടും യാതൊരു പ്രയോജനവും, ഇപ്പൊ വിൽ പവർ കൊണ്ടും സെൽഫ് നോളജ് കൊണ്ടും കൂടെ പ്രയോജനമില്ല. അപ്പൊ എന്നാണ് പറയാ. അപ്പൊ അടുത്ത് വായിക്കാവോ? ആൽക്കഹോളിക് അനോണിമസിന്റെ രണ്ടംഗങ്ങൾ എന്നെ കാണാൻ വന്നു. അവരാദ്യം പരസ്പരം കണ്ണിറുക്കി. അതെനിക്കൊട്ടും ഇഷ്ടമായില്ല. ഞാനൊരു അമിത മദ്യപാന രോഗിയാണെന്നും ഞാൻ ശരിക്കും അടിപറ്റി എന്നും സമ്മതിക്കുന്നുണ്ടോ എന്നവർ എന്നോട് ചോദിച്ചു. ആ രണ്ട് കാര്യങ്ങളും എനിക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടതായി വന്നു. അവർ എൻ്റെ മുമ്പിലേക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നിരത്തിവെച്ചു. ഞാൻ വാഷിംഗ്ടണിൽ കാണിച്ചതുപോലുള്ള മനഃശക്തി അങ്ങേയറ്റം ആശയറ്റ തരത്തിലുള്ള ഒന്നായിരുന്നു എന്ന് തെളിയിക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. അവരുടെ അനുഭവത്തിലുള്ള അമിത മദ്യപാന രോഗികളുടെ ഡസൻ കണക്കിന് ഉദാഹരണങ്ങൾ എൻ്റെ മുമ്പിൽ നിരത്തിവെച്ചു. എനിക്കൊറ്റയ്ക്ക് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാം എന്നുള്ള അവസാനത്തെ പ്രത്യാശയും അവരുടെ വിശദീകരണങ്ങൾ കേട്ടപ്പോൾ എന്നിൽ നിന്നും പകർന്നു. പിന്നീട് അവർ ഈ പ്രശ്നത്തോടുള്ള അന്തിമമായ സമീപനത്തെക്കുറിച്ചും പ്രവർത്തന പരിപാടികളെക്കുറിച്ചും എനിക്ക് വിവരിച്ചു തന്നു. ഈ പരിപാടികളാകട്ടെ അവരിൽ നൂറുകണക്കിന് ആളുകൾ വിജയകരമായി പിന്തുടർന്നിട്ടുള്ളവയായിരുന്നു. ഒരു സാധാരണ മതവിശ്വാസി മാത്രമായിരുന്ന എനിക്ക് അവരുടെ പരിപാടികൾ ബുദ്ധിപരമായി ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടുള്ളവായിരുന്നില്ല. പക്ഷേ പ്രവർത്തന പദ്ധതി മനസ്സിലാക്കാത്ത നിലയിലുള്ളതായിരുന്നുവെങ്കിലും വളരെ കടുത്തതായിരുന്നു. ഞാൻ അതുവരെ ആലോചിച്ചുറപ്പിച്ചിരുന്ന ധാരണകൾ എൻ്റെ മനസ്സിൻ്റെ ജാലകത്തിൽ നിന്ന് പുറത്തടിക്കടിച്ചു കളയേണ്ടതായിരുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അതത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ ആ പദ്ധതി എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ ശ്രമിച്ചാൽ രോഗത്തിന് ശമനം ലഭിക്കുന്നതായി എനിക്ക് തോന്നി. പിന്നീട് അത് അങ്ങനെ തന്നെയാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു. താങ്ക് യു. അപ്പം ഇവിടെ ആൽക്കഹോളിക് മൈൻഡ് എന്ന് പറയുന്നത് ഒരു ദീർഘകാലം കുടിച്ചതിന് ശേഷം, ഒരു പ്രോഗ്രഷനിൽ എത്തിയതിനു ശേഷം
നമുക്ക് വരുന്ന ഒരു മെന്റൽ കണ്ടീഷനാണ്. അതായത് നമ്മൾ കുടിച്ച് മെന്റൽ ഒബ്സഷൻ വരും. നമുക്ക് എന്ത് സാഹചര്യം വന്നാലും ചിലപ്പോൾ നമുക്ക് ദേഷ്യമോ അങ്ങനെയൊക്കെ വരുമ്പോൾ RID ഫാക്ടർ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുടിക്കാൻ തോന്നും. ഇവിടെ ഉള്ള അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അപ്പം ഇദ്ദേഹത്തിനോട് നമുക്ക് പലപ്പോഴും പറയാം ഈ പ്രോബ്ലം മനസ്സിന്റെ പ്രോബ്ലം കിടക്കുന്ന എവിടെയാണ്? മാനസികമാണ്. ശാരീരികം എന്നതിനേക്കാൾ ഉപരി മാനസികമാണെന്ന് ഒരു പരിഹാരമുണ്ടതിൽ നമ്മൾ ബിഗ് ബുക്ക് തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് കുടിച്ചതിന് ശേഷം 2 ആൽക്കഹോളിക് അംഗങ്ങൾ, അതായത് മിക്കവാറും ബിൽ വിൽസണും ഹാങ് പിയോ അല്ലെങ്കിൽ ബിൽ വിൽസണും ഫിറ്റ്സ്മായോ അവരായിരിക്കും ന്യൂയോർക്കിലായതുകൊണ്ട് വന്ന്. അവര് കണ്ണിറുക്കി എന്നാണ് കാണിക്കുക. ഗ്രിന്നഡ് എന്നാണ്. യഥാർത്ഥത്തിൽ ഗ്രിന്നഡ് എന്ന് പറയുന്നതിന് ഗോഷ്ടി എന്നാണ്. അതായത് നമ്മുടെ മുഖം കൊണ്ട് നമുക്കറിയാം, നമ്മൾ ഒരു ആൽക്കഹോളിക്ക് വീണ്ടും തിരിച്ചു കുടിച്ചിട്ട് ഇനി വന്നാൽ എന്ന രീതിയിൽ അറിയാതെ നമ്മുടെ ഫേസിലേക്ക് അങ്ങനെ വരും. അപ്പൊ അത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിവിടെ പറയുന്നുണ്ട്. അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ അമിത മദ്യപാന രോഗിയാണെന്ന് ഞാൻ ശരിക്കും അടിപറ്റി എന്ന് സമ്മതിക്കുന്നുണ്ടെന്ന് അവർ എന്നോട് ചോദിച്ചു. ആ 2 കാര്യങ്ങൾ എനിക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടതായി വന്നു. അവിടെ എന്റെ മുമ്പിലേക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നിർത്തി വെച്ചു. അപ്പൊ വാഷിങ്ടണിൽ വെച്ച് അദ്ദേഹം എന്നെ കാണിച്ച വിൽ പവർ കൊണ്ട് നിർത്താം എന്നാണ്. പക്ഷെ ആശയറ്റ തീർന്ന ഒരാൾക്ക് അത് സാധിക്കുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നപ്പോൾ സ്റ്റെപ്പ് 1 ഒരു ഇതൊക്കെ വീണ്ടും പറഞ്ഞു കൊടുത്തു. പിന്നീട് അവർ ആ പ്രശ്നത്തിലുള്ള അന്തിമമായ സമയത്തെക്കുറിച്ച് പ്രവർത്തന പരിപാടികളെക്കുറിച്ച് എനിക്ക് വിവരിച്ചു തന്നു. അപ്പോൾ എന്താണ് പ്രവർത്തന പരിപാടി? പ്ലാൻ ഓഫ് ആക്ഷൻ. എന്താണ്? നമ്മുടെ 12 പടികൾ. പിന്നെ അന്ന് 12 പടികൾ ഉണ്ടാവില്ല. ബിഗ് ബുക്കിന്റെ അടുത്ത അധ്യായങ്ങളിലാണല്ലോ അത് വരുന്നത്. ഏതായാലും നമുക്ക് അത് 12 പടികൾ പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് നമുക്ക് പറയാം. 12 പടികൾ. അപ്പൊ ഒരു സാധാരണ മതവിശ്വാസി പോലെയുള്ള എനിക്ക് അവരുടെ പരിപാടി ബുദ്ധിപരമായി ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടുള്ളതായിരുന്നില്ല. അപ്പൊ ഇതൊക്കെ ഒരു മതവിശ്വാസി ആയതുകൊണ്ട് അതായത് ഇച്ചിരി കൂടി എളുപ്പമായി. പക്ഷെ പ്രവർത്തന പദ്ധതി മനസ്സിലാക്കാത്ത തരത്തിലുള്ള വളരെ കടുത്തതായിരുന്നു. ഞാൻ അതുവരെ ആലോചിച്ചുറച്ചിരുന്ന ധാരണകൾ എന്റെ മനസ്സിന്റെ ജാലകത്തിൽ നിന്ന് പുറത്തേക്ക് അടിച്ചു കളയേണ്ടതായിരുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. അത് അത്ര എളുപ്പമായിരുന്നില്ല. എന്താണ്? ഡിനയൽ, അല്ലെ? എല്ലാം എടുത്തു മാറ്റി മുന്നോട്ട് പോവുക. ഇപ്പം നിഷേധം മാറ്റുക. പക്ഷെ ആ പദ്ധതി എന്റെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചാൽ രോഗത്തിന് ശമനം ലഭിക്കുന്ന എനിക്ക് പിന്നീട് അത് അങ്ങനെ തന്നെയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. അപ്പൊ അടുത്ത് വായിക്കാവോ? നമുക്കിതൊന്നും അങ്ങ് തീർക്കാം. 2 പാരഗ്രാഫ് 3 പാരഗ്രാഫ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിരുന്നു ആത്മീയ തത്വങ്ങൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നത്. ആ നിമിഷം മുതൽ കൂടുതൽ സംതൃപ്തകരമായ ഒരു ജീവിതം ഞാൻ നയിച്ചു. ഞാൻ ജീവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ പ്രയോജനകരമായ ഒരു ജീവിതമായിരുന്നു അതെന്ന് കരുതുന്നു. എൻ്റെ മുൻപുകാല ജീവിതം ഒരു രീതിയിലും മോശമായിരുന്നില്ല. പക്ഷേ എൻ്റെ ഇപ്പോഴുള്ള ഏറ്റവും മോശമായ ജീവിതം കൊടുത്തുപോലും മുൻകാല ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ നിമിഷങ്ങൾ പകരം വാങ്ങില്ല. എനിക്ക് സാധിക്കുമെങ്കിൽ തന്നെ ഞാൻ ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകില്ല. ഫ്രെഡിന്റെ കഥ സ്വയം അവിടെ പറയുന്നത് എന്ന് വെച്ചാല് മൈ വേസ്റ്റ് ഡേ സോബർ ഈസ് സ്റ്റിൽ ബെറ്റർ ദാൻ മൈ ബെസ്റ്റ് ഡേ ഡ്രിങ്കിങ്. അതായത് നമ്മുടെ സുബോധാവസ്ഥയിലെ ഏറ്റവും മോശപ്പെട്ട ദിവസം പോലും കുടിയുടെ കാലത്തെ ഏറ്റവും നല്ല ദിവസത്തെക്കാളും നല്ലതാണ് എന്നുള്ളതാണ്. അപ്പം അതൊരിക്കലും അതുപോലെ ഇപ്പൊ അദ്ദേഹം പറയാണ്, ആത്മീയ തത്വങ്ങൾ എന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നത് ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തലാണ്. അയാൾ ഡിസ്കവേർഡ്, അതല്ലേ, അയാൾ കണ്ടെത്തുകയാണ്. അപ്പം ആ നിമിഷം മുതൽ കൂടുതൽ സംതൃപ്തികരമായ ഒരു ജീവിതം ഞാൻ നയിച്ചു. അപ്പൊ മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. ഞാൻ ജീവിച്ചതിനേക്കാൾ കൂടുതൽ പ്രയോജനമായ ഒരു ജീവിതമായിരുന്നു അത്. അതായത് അതുവരെ ജീവിച്ചതിനേക്കാളും എന്റെ മുൻകാല ജീവിതം ഒരു രീതിയിലും മോശമായിരുന്നില്ല. പക്ഷെ എന്റെ ഇപ്പോഴത്തുള്ള ഏറ്റവും മോശമായ ജീവിതം കൊടുത്തു പോലും മുൻകാല ജീവിതം ഏറ്റവും മഹത്തരമായ നിമിഷങ്ങൾ പോലും വാങ്ങില്ല. എനിക്ക് സാധ്യമായി ഞാൻ ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകില്ല എന്നാണ്. ഒരിക്കലും തിരിച്ചു പോകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അടുത്ത് വായിക്കാവാം. അടുത്ത 2 പാരഗ്രാഫ്. ഫ്രെഡിന്റെ കഥ സ്വയം സംസാരിക്കുന്ന ഒന്നാണ്. അയാളെ പോലുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇത് ബാധകമാണെന്ന് ഞങ്ങൾ കരുതുന്നു. ആദ്യം അല്പം മദ്യം മാത്രമേ അയാൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റു പല അമിത മദ്യപാനികളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത നിലയിൽ അവരെത്തുന്നതിന് മുമ്പ് വളരെ മോശമായ രീതിയിൽ ഒരുപാട് മദ്യം അവർക്ക് കഴിക്കേണ്ടി വന്നിരിക്കും. ഞങ്ങളുടെ അനുമാനങ്ങളുമായി പല ഡോക്ടർമാരും മനഃശാസ്ത്രജ്ഞന്മാരും യോജിക്കുന്നു. അങ്ങനെ യോജിക്കുന്നവരിൽ ഒരാൾ ലോകപ്രശസ്തമായ ആശുപത്രിയിലെ സ്റ്റാഫ് അംഗം ഞങ്ങളോട് താഴെ പറയുന്ന പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അമിത മദ്യപാന രോഗികളുടെ ഗതികേടിനെ കുറിച്ചും അവരുടെ പൊതുവായ ആശയറ്റ അവസ്ഥയെക്കുറിച്ചും നിങ്ങൾ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ശരിയാണ്.
നിങ്ങളുടെ രണ്ടുപേരുടെ കഥകൾ കേട്ട എനിക്ക് ഒട്ടും സംശയമില്ല. നിങ്ങൾ 100% ആശയറ്റവരായിരുന്നു എന്ന് ദൈവ ദൈവസഹായമൊഴിച്ച് എനിക്കതിന് കഴിയുമായിരുന്നെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ രോഗിയാവാൻ തയ്യാറായി നിങ്ങൾ വന്നാൽ തന്നെ ഞാൻ നിങ്ങളെ ഇവിടെ എടുക്കില്ലായിരുന്നു. നിങ്ങളെപ്പോലുള്ള ആളുകളെ കാണുന്നത് തന്നെ ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഞാൻ ഒരു മതവിശ്വാസി അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടേതുപോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പുലർത്തുന്ന ആത്മീയമായ സമീപനത്തോട് എനിക്ക് അതിയായ ബഹുമാനമുണ്ട്. മിക്കവാറും എല്ലാ കാര്യങ്ങളിലും മറ്റൊരു പരിഹാരമില്ല. ഒന്നുകൂടി, ആദ്യത്തെ കുടിയുടെ കാര്യത്തിൽ അമിത മദ്യപാന രോഗിക്ക് ചില സമയങ്ങളിൽ ചെറുത്തുനിൽപ്പിന് യാതൊരു മാനസികമായ ഉപാധിയുമില്ല. വളരെ വിരളമായ ചില അപവാദങ്ങൾ ഒഴിവാക്കിയാൽ അയാൾക്കോ മറ്റാർക്കെങ്കിലുമോ എന്തെങ്കിലും ഉപാധികൾ നൽകുവാൻ സാധ്യമാവില്ല. അയാൾക്കുള്ള ചെറുത്തു നിൽക്കാനുള്ള ശക്തി ദൈവത്തിൽ നിന്നു തന്നെ വരണം. ഓക്കെ. അപ്പൊ ഫ്രെഡിന്റെ കഥ മൊത്തത്തിൽ പറയുന്നതെന്ന് വെച്ചാല് മെന്റൽ ഒബ്സഷനോ വിൽ പവർ കൊണ്ടോ സ്വയം അറിവ് കൊണ്ടോ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രെഡിനോട് രണ്ടാമത് തിരിച്ചു വന്നപ്പോ എന്താണ് പറഞ്ഞത്? അവരൊരു സ്പിരിച്വൽ ആൻസേഴ്സ് കൊടുത്തു അല്ലെ? ആത്മീയമായിട്ടുള്ള ചില കണ്ടെത്തലുകളാണ് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 1 അതംഗീകരിച്ചു, സ്റ്റെപ്പ് 2 കൊടുത്തു. പിന്നെ പറയുന്നത് പ്രോഗ്രാം ഓഫ് ആക്ഷൻ, അതായത് ഈ പടികളുടെ ഒരു ആക്ഷൻ അദ്ദേഹം ചെയ്തു. സെൻസിബിൾ എന്നുള്ള വാക്കാണ്. അപ്പൊ ഒരു വിവേകപൂർണമായിട്ടുള്ള ബുദ്ധിപൂർവമായിട്ടുള്ള അനുഭവമായിരുന്നു അത്. പിന്നെ വാസ് പ്രെറ്റി ഡ്രാസ്റ്റിക് എന്നാണ്. ഡ്രാസ്റ്റിക് എന്ന് വെച്ചാൽ കർക്കശമായ, കടുത്ത വീര്യമുള്ളതാണ്. ഈ പടികൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വീര്യമുള്ളതായിട്ട്. അപ്പൊ അത് പറഞ്ഞതിന് ശേഷം അവസാനത്തെ പാരഗ്രാഫിലേക്ക് കടക്കുമ്പോൾ വ്രിങ്ക്ലർ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്, പിഴിയുക എന്ന്. അപ്പൊ ശരിക്കും ഫ്രെഡിന്റെ സ്റ്റോറി നമ്മളോട് പറയുന്നത് സ്വയം സംസാരിക്കുന്ന ഒന്നാണ്. അയാളത്ത് ആയിരക്കണക്കിന് ആൾക്ക് ഇത് ബാധകമാണ് ഞങ്ങൾ കരുതുന്നു. ആദ്യം അല്പം മദ്യം മാത്രമേ അയാൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റു പല അമിത മദ്യപാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കത്തക്ക രീതിയിൽ അവരെത്തുന്നതിന് മുമ്പ് തന്നെ വളരെ മോശമായ രീതിയിൽ ഒരുപാട് മദ്യം അവർക്ക് കഴിക്കേണ്ടി വന്നേക്കും. അപ്പൊ വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ് ആൽക്കഹോളിക്. അപ്പൊ ഒരു ഈ പ്രോബ്ലം എല്ലാ ആൽക്കഹോൾ, മോസ്റ്റ് ആൽക്കഹോൾ ഹാവ് ടു ബി പ്രെറ്റി ബാഡ്ലി ബ്രങ്കിൾഡ് ബിഫോർ ദേ റിയലി കമൻസ് ടു സോൾവ് ദെയർ പ്രോബ്ലംസ്. അപ്പൊ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുമ്പേ അവരധികം കുടിക്കേണ്ടി വന്നേക്കും എന്നുള്ളതാണ് ആ വാക്ക് ഉപയോഗിക്കുക. അവസാനത്തെ പാരഗ്രാഫില് ഡോക്ടർ പേഴ്സി പോളിയോക്ക് എന്ന് പറയുന്ന ഡോക്ടറുടെ ഒരു ഇതാണ്. ഞങ്ങളുടെ അനുമാനങ്ങളിൽ പല ഡോക്ടർമാരും മനഃശാസ്ത്രജ്ഞന്മാരും യോജിക്കുന്നു. അങ്ങനെ യോജിക്കുന്ന ഒരാൾ ലോക പ്രശസ്തമായ ആശുപത്രിയിലെ സ്റ്റാഫ് അംഗമാണ്. ബെല്ലിവ്യൂ ഹോസ്പിറ്റൽ, ന്യൂയോർക്ക്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്ന അവിടെ ഉള്ള ഡോക്ടർ പേഴ്സി പോളിയോക്കാണ് ഈ വാക്ക് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഞങ്ങളോട് താഴെ പറയുന്ന പ്രസ്താവന നടത്തി. അമിത മദ്യപാന രോഗികളുടെ ഗതികേടിനെ കുറിച്ചും അവരുടെ പൊതുവായ ആശയറ്റ അവസ്ഥയെക്കുറിച്ചും നിങ്ങൾ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ശരിയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ കഥകൾ കേട്ട എനിക്ക് ഒട്ടും സംശയമില്ല, നിങ്ങൾ 100% ആശയമറ്റമായിരുന്നു എന്ന്. ദൈവസഹായം ഒഴിച്ച് എനിക്ക് അതിന് കഴിയുമായിരുന്നുവെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ രോഗിയാവാൻ തയ്യാറായി നിങ്ങൾ വന്നാൽ തന്നെ ഞാൻ നിങ്ങളെ ഇവിടെ എടുക്കില്ലായിരുന്നു. നിങ്ങളെപ്പോലുള്ള ആളുകളെ കാണുന്നത് തന്നെ ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഞാനൊരു മതവിശ്വാസി അല്ലെങ്കിൽ തന്നെ നിങ്ങളുടേതുപോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പുലർത്തുന്ന ആത്മീയമായ സമീപനത്തോട് എനിക്ക് മതിയായ ബഹുമാനമുണ്ട്. മിക്കവാറും എല്ലാ കാര്യങ്ങളിലും മറ്റൊരു പരിഹാരമില്ല. അപ്പോൾ there is a solution, ഒരു സൊല്യൂഷനുള്ളൂ. അതെന്തുകൊണ്ടാണ്? അവസാനമായിട്ട് വൺസ് മോർ എന്ന് പറഞ്ഞുകൊണ്ട്, ഒന്നുകൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആദ്യത്തെ കുടിയുടെ കാര്യത്തിൽ അമിത മദ്യപാന രോഗിക്ക് ചില സമയങ്ങളിൽ ചെറുത്തു നിൽപ്പിന് യാതൊരു മാനസികമായ ഉപാധിയുമില്ല. മെന്റൽ ഡിഫൻസ് ഇല്ല നമുക്ക്. വളരെ വിരളമായ ചില അപവാദങ്ങൾ ഒഴിവാക്കി അയാൾക്കോ മറ്റാർക്കും എന്തെങ്കിലും ഉപാധികൾ നൽകുവാൻ സാധ്യവുമല്ല. അയാൾക്കുള്ള ചെറുത്തു നിൽപ്പിനുള്ള ശക്തി ദൈവത്തിൽ നിന്ന് തന്നെ വരണം. ഹിസ് ഡിഫൻസ് മസ്റ്റ് കം ഫ്രം എ ഹയർ പവർ. ഇവിടെ ദൈവം എന്നാണ് കൊടുത്തേക്കണേ. ഇംഗ്ലീഷ് ബുക്കില് ഉന്നത ശക്തി എന്നാണ് കൊടുത്തേക്കണേ. ഹിസ് ഡിഫൻസ് മസ്റ്റ് കം ഫ്രം എ ഹയർ പവർ, ഉന്നത ശക്തിയിൽ നിന്ന് വരണം. അപ്പോ ഹിസ് ഡിഫൻസ് മസ്റ്റ് എന്നുള്ള സെൽഫ് നോളജ് എവിടെ നിന്നാണ് വരേണ്ടത്? ദൈവത്തിൽ നിന്ന്, നമുക്ക് ഹയർ പവർ എന്നാണ് പ്രവൃത്തി കൊടുത്തത്. അപ്പൊ ഉന്നത ശക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ തന്നെക്കാൾ വലിയൊരു ശക്തിയിൽ നിന്ന് വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോ നമ്മൾ ഒന്നും കൂടി ഓർക്കണം. മാൻ അറ്റ് 30, 30 വയസ്സുള്ള ആളുടെ കഥ പറഞ്ഞു, ജിമ്മിന്റെ കഥ പറഞ്ഞു, ജയവാക്കറിന്റെ കഥ പറഞ്ഞു, ഫ്രെഡിന്റെ കഥ. 4 ഉദാഹരണങ്ങളിലൂടെ 43-ാമത്തെ പേജ് വരെ
ഡോക്ടർ സിൽക്വർത്തിന്റെ ചാപ്റ്റർ ഉൾപ്പെടെ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാല്, അല്ലെങ്കിൽ എന്താണ് നമ്മളോട് ചിന്തിക്കാൻ പറയുന്നതെന്ന് വെച്ചാല്, വി വാണ്ട് എ ഹയർ പവർ. നമുക്കൊരു ഉന്നത ശക്തിയുടെ ആവശ്യമുണ്ട്. അപ്പൊ ഇതുവരെ നമ്മൾ മെന്റൽ ഒബ്സഷനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്ത് പോകുന്ന വഴിക്കൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും പിന്നീട് ഇനിയുള്ള ചാപ്റ്ററുകളെല്ലാം ഈ ഹയർ പവർ കണ്ടെത്താനായിട്ടുള്ള, അല്ലെങ്കിൽ പവറിനെ കണ്ടെത്താനായിട്ടുള്ള നമ്മുടെ പ്രോഗ്രാം ഓഫ്, അല്ലെങ്കിൽ പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. പ്ലാൻ ഓഫ് ആക്ഷൻ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.